രാത്രി 1:30 മണിക്ക് സ്നാനപ്പെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കൈപോക്ക്. ഇല്ല, രാത്രി 1:30 മണിക്ക് സ്നാനപ്പെട്ടവനാ ഞാൻ. എനിക്ക് 8 ചേട്ടന്മാരുണ്ട്, ഞാൻ 10ാമത്തവനാ. എന്നെ വിഴുങ്ങാൻ പറ്റിയ തടിമാടന്മാരായ 8 ചേട്ടന്മാരുണ്ട്. സ്നാനത്തിന്റെ അന്ന് സ്നാനപ്പെടാൻ അവ കെട്ടി നിറച്ചു വെച്ച വാട്ടർ ടാങ്ക് അവന്മാരെ അടിച്ചു പൊളിച്ചു. അമ്മ ഇല്ലാത്തവരുടെ കൂടെ പെന്തക്കോസ്തിൽ പോയി മുങ്ങിയാൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞു. ആടി തുടങ്ങി. രാവിലെ 10 മണിക്ക് സ്നാനം, 7 മണിക്ക് മുറ്റത്തിട്ട് തല്ലി വലിച്ചുകൊണ്ട് നടന്നു. ഒരുത്തൻ ഇവിടെ ഇട്ടിരിക്കുന്നു, മറ്റവൻ അവിടെ ഇട്ടിരിക്കുന്നു. എന്നെ കഴുത്തിന് പിടിച്ച് എൻ്റെ വീടിന് മുറ്റത്തൂടി വലിച്ചുകൊണ്ട് നടന്നു. എന്നിട്ട് ചോദിച്ചു, നീ സ്നാനപ്പെടുമല്ലേ, നീ പെന്തക്കോസ്തിൽ പോകുമല്ലേ, നീ കൈകൂട്ടാൻ പോകുമല്ലേ, നീ അമ്മയില്ലാത്തൂടെ പോകുമല്ലേ? ചവിട്ടുന്നതിനിടയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി, ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി. എൻ്റെ അമ്മ വന്നവരെ പിടിച്ചു. അമ്മയെ അവർ തൊഴിച്ച് താഴെയിട്ടു. അമ്മ ചെന്ന് ഒരു കല്ലിൽ തലയടിച്ചു. തലയിൽ നിന്ന് ചോര ചീറ്റാൻ തുടങ്ങി. അയൽവക്കക്കാരെടുത്ത് അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാമോ, സ്നാനത്തിന്റെ ദിവസം ഭയാനകമായിരുന്നു എൻ്റെ വീടിന്റെ അന്തർഭാഗം. ഓടി ജോഷ് പാസ്റ്ററുടെ ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അനിയനെ നീ മുക്കിയാൽ കൊന്നുകളെന്ന് പറഞ്ഞു. അരയിൽ 3-4 പേരും കൂടി കത്തിയും വെച്ച് ഈ ചേട്ടന്മാർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അനുജനെ മുക്കിയാൽ നിന്നെ കൊല്ലും. പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ അനിയനെ ഞങ്ങൾക്ക് വേണ്ട. സ്നാനപ്പെടുത്താൻ അന്ന് ജോഷി പാസ്റ്റർ ഓർഡിനേഷൻ ഇല്ല. പാസ്റ്ററിനെ എന്നെ സ്നാനപ്പെടുത്താൻ തിരുവല്ലയിൽ നിന്ന്, ചിങ്ങവനത്ത് നിന്ന് പാസ്റ്റർ ടി എൻ ഗുരുള വന്ന് താഴോട്ട് ബസ്സിനിറങ്ങി. ആ പാസ്റ്ററെ അതേ ബസ്സിൽ കയറ്റി തിരിച്ചു കിട്ടും. സ്വതന്ത്രം. റോയ് പാസ്റ്റേ ഒരുമിച്ചിരുന്ന്, ഒരു ബാറിനകത്തിരുന്ന്, ഒരു കള്ള് ഷാപ്പിൽ നിന്ന്, ഒരു ചാരായ ഷാപ്പിൽ നിന്ന് ഒരുമിച്ച് ഞാൻ മേടിക്കുന്ന കുപ്പിയിടത്തുനിന്ന് ഇവന്മാരും മേടിക്കും, അവന്മാരുടെ കുപ്പിയിൽ നിന്ന് ഞാനും മേടിക്കും. ഒരുമിച്ചിരുന്ന് പാട്ടുപാടി ലക്ക് കെട്ട് വീട്ടിനകത്ത് വന്ന് തമ്മിഴിച്ചുകൊണ്ടിരുന്ന ഞാൻ രക്ഷപ്പെടാൻ പോയിട്ട് എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല. ഞാൻ തീരുമാനിച്ചു, അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തില്ലെങ്കിൽ ഇവന്മാരും വെച്ചേക്കണ്ട. വീട്ടിൽ കിടന്നൊരു ആയുധമുണ്ട് തട്ടിന്റെ മണ്ടയില്. പണ്ട് ലീഫ് എടുത്ത് അവൻ വണ്ടിയുടെ ലീഫ് സ്വന്തം കയ്യിലെ കാശ് കൊണ്ട് അടിപ്പിച്ച് 2 സൈഡും മൂർച്ച വെച്ച ഒരായുധമുണ്ട്, അതെടുത്ത് രാത്രി വെട്ടാൻ തീരുമാനിച്ചു. പക്ഷെ പാസ്റ്റർ വിട്ടില്ല. പാസ്റ്ററിനെ പിടിച്ചു വലിച്ച് വീട്ടിൽ കൊണ്ടുപോയി. വിടത്തില്ലെന്ന് പറഞ്ഞു. എന്നെ വീട്ടിലിരുത്തി. ഞാൻ പാസ്റ്റർ ഇനി പെന്തക്കോസ്തും ഇല്ല, പുസ്തകവും ഇല്ല, നന്നാകാൻ വിചാരിച്ചിട്ടും നന്നാകാൻ വിടാത്ത ഇവനൊക്കെ ഒരെണ്ണത്തെ ഞാൻ വെക്കത്തില്ല. അതിന് കാര്യങ്ങൾ പ്രവർത്തനം വിടത്തില്ല നിന്നെ. രാത്രി 12 രാത്രി 1 മണിയായി. പാസ്റ്റർ ഇരുന്ന് വചനം പറയുക. 1 മണിയായപ്പോൾ മൊർദെഖായിയുടെ, എസ്തേറിന്റെ, ഹാമാന്റെ ചരിത്രം പാസ്റ്റർ തൊടാൻ തുടങ്ങി. ആമൻ 1 മണിയായപ്പോൾ ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. അവന് പാസ്റ്റർ, എനിക്ക് യേശുവിനെ ഇഷ്ടമാ പാസ്റ്റേ, പക്ഷെ ഇവന്മാർ അനുവദിക്കത്തില്ല. പാസ്റ്റർ ഇന്ന് രാത്രി നിന്നെ സ്നാനപ്പെടുത്തും. എന്നെ ഒരു ഹെർക്കുലീസിന്റെ സൈക്കിളെ കയറ്റിയിരുത്തി, എന്നെ കയറ്റി കണ്ടക്കടമെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ചെല്ലാനത്തോട്ട് സൈക്കിളെ കയറ്റി ചവിട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് ഏകദേശം 1 മണി കഴിഞ്ഞ് 1:30 ചെല്ലാനത്തൊരു പാസ്റ്ററിന് വാദിക്കാൻ പോയി മുട്ടി. ആ ദൈവദാസൻ നിത്യതയില്ല, കുക്ക് ജോണി പാസ്റ്റർ എന്ന് പറയും. ആ ദൈവദാസനെ വിളിച്ചെഴുന്നേപ്പിച്ചു. എന്നാന്ന് ചോദിച്ചു. ആമേൻ, ഒരാളെ സ്നാനപ്പെടുത്തണം. പാസ്റ്റർ ചോദിച്ചു, ആരെ? ദാണ്ട് നിൽക്കുന്നു. പുലുവേശി ഇവൻ ചത്തുപോകുമോ നേരം വെളുത്താൽ സ്നാനപ്പെടുത്തിയ പോലെ? ഇവന് മാരകമായ അസുഖമല്ലതുണ്ടോ? നേരം വെളുക്കുന്നതിന് ഇവൻ ജീവിക്കത്തില്ലേ? ഇല്ല പാസ്റ്റേ, നേരം വെളുത്ത ഇവനെ കിട്ടത്തില്ല. നേരം വെളുത്ത ഇവനെ കൈ കിട്ടത്തില്ല. മുക്കാമെങ്കിൽ ഇപ്പം മുക്കിക്കോ പാസ്റ്റേ. ഈ മാർച്ച് മാസം, ഏപ്രിൽ മാസം കണ്ടവും പാടവും എല്ലാം ഉണങ്ങിക്കിടക്കുന്നു. എവിടെയാ വെള്ളം? ഉള്ളിടത്തുകൊണ്ടുപോയി മുക്കി. അവസാനം എന്നെ കൊണ്ട് ഒരു കണ്ടത്തിൽ പോയി, ഒരു പാടത്ത് പോയി. വെള്ളമില്ല. ഇത്രേ വെള്ളമുള്ളൂ. എന്നോട് പാസ്റ്റർ വെള്ളമില്ല, ഇനി എവിടെ പോയി സ്നാനപ്പെടുത്താനാ? 2 മണി വെളുപ്പിന് എന്നെ പാസ്റ്റർ ഇരുത്തിയിട്ട് മുക്കി. ഇത്രയും ഭാഗം മുങ്ങിയില്ല. മുങ്ങാഞ്ഞുകൊണ്ട് ചെളിയിലേക്ക് അമർത്തി മുക്കി. നിങ്ങളെല്ലാം ശുദ്ധമായ ജലത്തിൽ മുങ്ങിയ ഇങ്ങനെ ഇരിക്കുന്നേ. ഞാൻ ചെളിയിലാ മുങ്ങി പൊങ്ങിയത്. ഒരു ഹല്ലേലൂയ പറ. അതിനകത്തൊന്ന് മുങ്ങി പൊങ്ങി. വെളുപ്പിന് 2 മണിക്ക് സ്നാനപ്പെട്ടു. പക്ഷെ ഒരു കാര്യം കേൾക്കണോ? സ്നാനപ്പെടാൻ വെള്ളത്തിൽ ഇറങ്ങുന്നവരെ ഭാഷ എനിക്ക് ഭയങ്കര ദേഷ്യം മാത്രമല്ല,
ഇനി ഞാനൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാതെ കിടന്നുറങ്ങത്തില്ല. അത് എത്ര വമ്പനാണേലും എത്ര കൊമ്പനാണേലും ഞാനത് ചെയ്യും. അപ്പൊ എൻ്റെ അകത്ത് ഈ വെള്ളത്തിൽ മുങ്ങുന്നത് വരെ ഒരു പണി, എനിക്കിട്ട് തല്ലിയവനെ ഞാനൊരു പണി കൊടുത്തിരിക്കും. ഇത് ചിന്തിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ഈ പാർശ്വ മുക്കിപ്പിടിച്ചത് എവിടെയാന്നറിയില്ല. മുങ്ങിപ്പൊങ്ങിയപ്പോ യേശുവിന്റെ ക്രൂസ് മരണം ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവനെ കണ്ടു. എനിക്ക് വേണ്ടി ഹൃദയം തുറന്നവനെ കണ്ടു. എനിക്ക് വേണ്ടി അടിക്കപ്പെട്ട് ചോര ഒഴുക്കുന്നവനെ കണ്ടു. റോയ്പാഷെ, ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നത് വാവിട്ട് കരഞ്ഞുകൊണ്ടാ. ജോഷി ഭാഷ വെച്ച് എന്താടാ നീ കരയുന്നേ? ഒരു ഭാഷ എനിക്ക് സങ്കടം വയ്യ ഭാഷ. എന്താ നീ എന്താ ഭാഷ? ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോ ഞാൻ കണ്ട കാഴ്ച എന്നാന്നറിയോ? രാജീവ് ഗാന്ധി മരിച്ചില്ലേ വെടികൊണ്ട്? പക്ഷേ അന്ന് ഞാൻ ഒളിവിലിരിക്കുക. എൻ്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചിട്ട് അപ്പൻ്റെ ഓർമ്മ പോയി, അപ്പൻ്റെ ബോധം പോയി, നിലത്തുനിന്ന് താഴെ വീണു, ചത്തെന്ന് കരുതി കിട്ടിയ ബാഗ് എടുത്ത് ഞാൻ മസല കൂടി പോയി ഒളിവിലിരിക്കുക. രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ അന്ന് കാണുന്നത് എൻ്റെ അപ്പൻ കയ്യിൽ കിടന്ന് പിടക്കുന്നതാ. ഞാൻ മനി കർത്താവേ, ഇവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഞാൻ ക്ഷമ ചോദിച്ചുകൊള്ള പേപ്പട്ടിയെ പോലെ തിരിച്ച് വീട്ടിൽ വന്നു. കഥകെ കൊട്ടി അപ്പനെ വിളിച്ചെഴുന്നേപ്പിച്ചു, കെട്ടിപ്പിടിച്ച് ക്ഷമ പറഞ്ഞു, അമ്മയോട് ക്ഷമ പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്ത് മൾഗാടില്ലാത്തൊരു സൈക്കിളുണ്ട്, ആ സൈക്കിളും എടുത്ത് തല്ലിയവൻ്റെയും കൊല്ലാൻ നോക്കിയവന്റെ വീട്ടിൽ ചെന്ന് കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ക്ഷമ പറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ അവർ വൈരമല്ല കേട്ടോ, സ്നേഹമാകട്ടോ. ഈ പുസ്തകം എടുത്തുകൊണ്ട് അഭിനയിക്കാനല്ല നമ്മൾ ഇറങ്ങിയത്. ഇന്ന് രാത്രി കരമടിച്ച ദൈവത്തിന് നന്ദി പറ. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, അകത്തെ വൈരങ്ങൾ മാറട്ടെ, അകത്തെ പിണക്കങ്ങൾ മാറട്ടെ, അകത്തുള്ളതായ വ്യക്തികളോടുള്ള വ്യക്തിപരമായുള്ള ഈശ്യങ്ങൾ മാറട്ടെ, പിണക്കങ്ങൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയോ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു അഭിഷേകൻ, ഞാൻ പേര് പറയുന്നില്ല, ലിവർപൂളിൽ വെച്ച് ഒരു മെഗാ ക്രൂസൈഡ് നടക്കുക. ആ ക്രൂസൈഡ് നടക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിൽ കൃപയാ ഞാനുമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണ്. ഞാൻ ആ മീറ്റിങ്ങിൽ ഞാൻ അവിടെ ഏറ്റവും ഫ്രണ്ടിലുണ്ട്. ആ ദൈവദാസൻ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ, നീ ഇന്ന് സൗഖ്യമാകും. എന്താ? ക്യാൻസറാ, ഇന്ന് സൗഖ്യമാകും. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നീ പോയി നാളെ ചെക്ക് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് വിട്ടു. പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിൽ ആമേൻ അവർ വന്നു, സൗഖ്യം ആയില്ല. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെക്ക് ചെയ്തു, സൗഖ്യമായില്ല. പാസ്റ്റർ ഉടനെ കണ്ണടക്കാൻ പറഞ്ഞു. കണ്ണടച്ചു, പ്രാർത്ഥിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഇന്ന പേര് ദൈവം കാണിക്കുന്നു. അവയൊരു മിണ്ടാ നീക്കിയാൻ, ഇന്ന സ്ഥലത്ത് ഇന്നവൻ പാർക്കുന്നു. ആ മക്കളുടെ പേര്, അഡ്രസ്സ് എല്ലാം അങ്ങ് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു? എൻ്റെ ഭർത്താവിൻ്റെ അനുജന. അവനോട് ക്ഷമിച്ചാലേ ഈ രോഗം സൗഖ്യമാവും. ഞാൻ നോക്കുമ്പോൾ അടിച്ചു തല്ലി താഴെ വീണു. ഇവർ വാവിട്ട് കരയാൻ തുടങ്ങി. പുള്ളിക്കാരത്തി പറഞ്ഞു, ഫോണുണ്ടോ? പാസ്റ്റർ പറഞ്ഞു, ഫോണുണ്ടോ? ഉണ്ട്, ഇപ്പൊ തന്നെ വിളിക്കാൻ പറഞ്ഞു. ആ മീറ്റിംഗ് നടുവിൽ വെച്ച് വിളിച്ചു. അവർ USA വിളിച്ചു. സ്പീക്കറിടാൻ പറഞ്ഞു, വിളിച്ചു. അവരവിടെ നിന്ന് എടുത്ത മാത്രയിൽ ചേച്ചി എന്ന് പറഞ്ഞു ഉറക്കി വിളി. കാരണം വർഷങ്ങളായി വിളിച്ചിട്ട്, ചേച്ചി. അവൻ എവിടെയാ? ഞാനൊരു മീറ്റിങ്ങിൻ്റെ നടുവിലാ. എന്തു പറ്റി? ഇപ്പോൾ വിളിക്കാം. മോനെ, നിനക്കറിയാലോ ഞാൻ രോഗിയാന്ന്. പരിശുദ്ധാത്മാവ് പറഞ്ഞു നിന്നോട് എനിക്ക് കയ്പുണ്ട്. അപ്പം അവൻ പറയാ, ചേച്ചി വിളിച്ചിട്ട് എത്ര വർഷമായെന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ട് മോനെ. എടാ, എന്നോട് ക്ഷമിക്കടാ. പറഞ്ഞതും ഭൂതമളകാൻ തുടങ്ങി. ഇത് പറഞ്ഞതും ഭൂതമളകാൻ തുടങ്ങി. ആടിച്ച് കസേരയൊക്കെ തെറിപ്പിച്ച് ഞാൻ ദൃക്സാക്ഷിയാണ്. അന്ന് എനിക്ക് മനസ്സിലായി പല രോഗങ്ങളും സൗഖ്യമാകാത്തതിന്റെ കാരണം ക്ഷമിക്കപ്പെടാത്തത് കൊണ്ടാണ്. പലതിൻ്റെ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കാത്തത് ക്ഷമിക്കപ്പെടാത്തത് കൊണ്ടാണ്. ഞാൻ ഇന്ന് രാത്രി ഒറ്റ ദൂത പറയാ, ഇന്റർനാഷണൽ മിനിസ്ട്രി ചെയ്യുന്ന ഒരഭിഷേകം വന്ന് നിന്റെ തല കൈവച്ചാലും ആ കെട്ടഴിയത്തില്ല. ആ കെട്ടഴിയണമെങ്കിൽ ഇന്ന് 2 വാക്ക് നീ പറയണം. ഫോൺ ചെയ്ത് പറയണമെങ്കിൽ ഫോൺ ചെയ്ത് പറയണം. പോയി പറയണമെങ്കിൽ പോയി പറയണം. എന്ത് പറയണം? എന്നോട് ദയവായി ക്ഷമിക്ക, കർത്താവിന്റെ നാമം ചൊല്ലി ക്ഷമിക്ക. നിങ്ങൾ പറയുന്നുണ്ട്, അവൻ ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല, അവർ എന്നോട് ചെയ്തു. ബൈബിൾ പറയുന്നു, നീ
യാഗപീഠത്തിൽ വരുമ്പോൾ നിനക്ക് തോന്നിയാൽ നീ ചെന്ന് ക്ഷമ പറയണം. പക്ഷേ ഇതിനകത്ത് ശക്തമായ വിടുതൽ നടക്കാനുണ്ട്. ഈ ചർച്ച ഈ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടാനുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പോരാ. സൈന്യങ്ങളുടെ യഹോവ പറയുന്നു, ഉള്ളിൽ തുമ്മിൽ അകത്തളത്തിൽ തമ്മിൽ അവൻ ചേരാത്ത ചിലതുണ്ട്, അവൻ തമ്മിൽ ക്ഷമിക്കപ്പെടാത്ത ചിലതുണ്ട്. ദൈവ പൈതല് ഇന്ന് രാത്രി വേളയില് അപ്പുറഞ്ചട്ടയെല്ലാം വലിച്ചു കീറ്. എന്നിട്ട് നിങ്ങൾ എത്ര പദവിയിലിരിക്കുന്നവനാണെങ്കിലോ തമ്പുരാനേക്കാൾ വലിയവനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ രണ്ട് വാക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയണം, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്ക. ആമേൻ. എവിടെയാ വിടുതൽ നടക്കുന്നത്? എവിടെയാ സംഭവം നടക്കുന്നത്? എവിടെയാ അത്ഭുതം നടക്കുന്നത്? ഞാൻ പറയാ, എൻ്റെ സ്തോത്രം, എൻ്റെ പേഴ്സ് മുഴുവൻ കാലിയായി. ആമേൻ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. പേഴ്സ് കാലിയായി. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും എൻ്റെ സാമ്പത്തികമായി വിടുതൽ നടക്കുന്നില്ല. ഒരിക്കൽ ഞാനിവിടെ തൊട്ടടുത്ത്, ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് മാറി ഒരു വീട്, ആമേൻ, കൃപയാൽ വർഷങ്ങളായിട്ട് ഉണ്ട്. ഞാൻ അവിടെ ഇരുന്ന തിങ്കളാഴ്ച പ്രാർത്ഥിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ ഞാൻ ആ മുറിക്കകത്തോട്ട് കയറും. തിങ്കൾ പകലും തിങ്കൾ രാത്രി അവിടെ ഇരിക്കും. ചൊവ്വാഴ്ച അവിടെ നിന്ന് മീറ്റിങ്ങിന് പോകും. ഇവിടെ തൊട്ടടുത്ത് വർഷങ്ങളായി. ആമേൻ. അവിടെ എൻ്റെ പ്രാർത്ഥന സ്ഥലം. ആമേൻ. ആരോടും പറയത്തില്ല. ആമേൻ. എൻ്റെ ചർച്ചക്കാർക്ക് പോലും അറിയത്തില്ല. ആമേൻ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ സാമ്പത്തിക വിഷയത്തിന്മേൽ വിടുതലില്ലാത്ത എന്നാന്നറിയോ? ജോഷി പാസിനെ വിളിക്കാൻ പറഞ്ഞു. എന്ന പാഷ വിഷയം. ജോഷി പാസ് ആദ്യം വിദേശത്ത് പോയപ്പോൾ ഇവിടെ നിന്ന് ആലപ്പുഴ പോയി ഞാൻ പാസിൻ്റെ ചർച്ച് മീറ്റിംഗ് നടത്തും. പാസ് വരുന്നത് വരെ 3 മാസം ഉണ്ടായിരുന്നു. 3 മാസം പോയി മീറ്റിംഗ് നടത്തി. ഞാൻ വിദേശത്ത് പോയപ്പോൾ പാസോട് പറഞ്ഞു, ഇടയ്ക്കൊന്ന് ചർച്ച് വിസിറ്റ് ചെയ്യണേ. പാസ് കയറിയില്ല. സോദരൻ, പാസ് വന്നേയില്ല. പാസ് വരാഞ്ഞത് പാസിന് ഞാനൊക്കെ നിൽക്കുന്നതിനേക്കാൾ വളരെ തിരക്കുള്ള മനുഷ്യനാണ്. നമ്മുടെ ആ പഴയ സ്വഭാവം പെട്ടെന്ന് പിണങ്ങുക, പെട്ടെന്ന് വഴക്കുണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എൻ്റെ വീട്ടിൽ പറഞ്ഞു, പിന്നെ ഇയാൾ വലിയ ആളല്ലേ. ഞാൻ വിളിച്ചിട്ട് ഞാൻ പോയി. പക്ഷെ എൻ്റെ ചർച്ചിലൂട്ടി പുള്ളി എന്ത് ചെയ്തില്ല, വന്നില്ല. അതുകൊണ്ട് ഈ ഫോൺ എടുത്തിട്ട് ഞാൻ അങ്ങ് സൈലൻ്റ് ആക്കി. പുള്ളിയുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. പാസ്റ്റർ വിളിയോട് വിളിയാ, ഞാൻ എടുക്കത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ബ്ലോക്ക് മാറ്റി. അപ്പോഴും പാസ്റ്റർ വിളിക്കുന്നു, ഞാൻ കട്ട് ചെയ്ത് കളയും. കുറേ ദിവസമായി, മാസങ്ങളായി പാസ്റ്റോട് മിണ്ടത്തില്ല. പാസ്റ്റർ വിളിച്ച ഫോൺ എടുക്കത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആമേൻ, എൻ്റെ പേഴ്സ് അങ്ങ് കാലിയാകാൻ തുടങ്ങി. പക്ഷേ സത്യം, പേഴ്സ് അങ്ങ് കാലിയാകാൻ തുടങ്ങി. ഇവിടെ ഇരുന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ പേഴ്സ് നിറയാനല്ല നീ പ്രാർത്ഥിക്കുന്നേ. എടാ, അടച്ചത് ഞാനാടാ. നിന്റെ അപ്പന് തുല്യമായി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവദാസനോട് ക്ഷമിക്കപ്പെടാതെ ഞാൻ നിന്റെ സാമ്പത്തിക കെട്ടി ഞാൻ പൊട്ടിക്കത്തില്ല. അവിടെ ഇരുന്ന റോയ് പാസ് ഞാൻ വിളിച്ചോടനെ ജോഷി പാസ്, എവിടെയാടാ നീ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഞാനപ്പോൾ കരയാൻ തുടങ്ങി. നീ കാര്യം പറയണം പാഷ, എനിക്ക് സത്യമായിട്ടും പാഷയോട് വഴക്കാം. എന്താ വഴക്കാത്ത? പാഷ എൻ്റെ ചർച്ചിൽ വന്നില്ലല്ലോ. എടാ, അതിന് കാരണമുണ്ടടാ. നമ്മൾ എന്ത് കാരണം ഉണ്ടെങ്കിലും പാഷയോട് വഴക്കിട്ടിരിക്കുക. പിന്നെ എന്താ ഇപ്പം നീ വിളിച്ചേ? പരിശുദ്ധാത്മാവിനെ കൊടഞ്ഞത് കൊണ്ടാണ്. പാഷ എവിടെയുണ്ട്? ഞാൻ ഇന്നടത്തുണ്ട്. 2.5 മണിക്കൂർ പാഷേ. ഈ മനുഷ്യന് അന്നൊരു ടാറ്റയുടെ ഒരു വണ്ടിയാ. ആമേൻ. ആ വണ്ടിയും എടുത്ത് പാഷ ഇവിടെ വന്ന് എൻ്റെ ഇരിക്കുന്ന മുറിക്കകത്ത് വന്നു എന്നെ കെട്ടിപ്പിടിച്ചു. നീ എൻ്റെ മകനല്ലേടാ, നിനക്കൊരു വാക്ക് പറയണ്ടേ? അങ്ങനെ അകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണ്ടേ? കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രി എന്നോടൊപ്പം ആ പ്രാർത്ഥന മുറിയിലിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പാഷ എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കടന്നുപോയി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ പേഴ്സ് ാക്കിയിട്ടില്ല. അവൻ ഒരൊറ്റ കാര്യം എനിക്ക് മനസ്സിലായി, നമ്മുടെ സാമ്പത്തിക നന്മകൾ, ചില വിടുതലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഒരൊറ്റ സോറിയുടെ ബലത്തിലാണ്. ഒരു അല്ലല്ലോ എന്ന് പറയാമോ? ഈ പകൽ ഞാൻ പക്ഷേ പകൽ വരെ പ്രാർത്ഥിച്ച, ഉച്ച കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച ഞാൻ ഈ മെസ്സേജ് എടുത്തത്, എന്നോട് കർത്താവ് പറഞ്ഞു, ഈ സഭയെ കുറിച്ചുള്ള ദൈവിക പദ്ധതി വലുതാണ്, അത് ചെറുതല്ല. പക്ഷേ അതിനെ തടസ്സമാക്കുന്നത് അല്പസ്വല്പമായ കയ്പിന്റെ വേരുകൾ അവൻ അകത്തളത്തിൽ മുളക്കുമ്പോൾ ഇന്ന് രാത്രി വേള അത് ദൈവദാസനോടുണ്ടോ, അത് ദൈവദാസിയോടുണ്ടോ, അത് ചർച്ചിലെ ലീഡേഴ്സിനുണ്ടോ? ഇന്നത്തെ മീറ്റിംഗിൽ അത് വിളിച്ചു പറഞ്ഞ് തീർക്കുക. ഒരു വലിയ വിടുതൽ ഈ പകൽ എൻ്റെ ദൈവത്തിന് ചെയ്യാനുണ്ട്. ഈ നമ്മുടെ ചർച്ചിനകത്തൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കേണ്ടത് ശക്തമായ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം. ജനത്തിനകത്തൊരു പാപബോധം കൊണ്ടുവരണം, അല്ലേ? എന്തുകൊണ്ടുവരണം?
ആ ബോധം കൊണ്ടുവരണം. ഞാൻ അതിനുവേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുന്നത്. പണ്ട് ഞാൻ വന്നപ്പോൾ പറഞ്ഞു എന്നറിയില്ല, റിപ്പീറ്റ് ചെയ്തെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ അപ്പച്ചൻ എന്ന് പറയുന്നത് സ്തോത്രം ശരിക്കും പ്രാകൃത മനുഷ്യനാണ്. ആമേ, ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു. സ്തോത്രം. എല്ലാവരും മീൻ പിടിക്കാൻ 2 പേരും 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പച്ചൻ ഒറ്റക്ക വഞ്ചി ഇറക്കി കൊണ്ടുപോകുന്നത്, വള്ളം ഇറക്കി കൊണ്ടുപോകുന്നത്. അത്ര അപ്പൻ്റെ ഒരു കൈ ഞങ്ങളുടെ മേത്ത് വീണേ ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞ് പൊങ്ങത്തുള്ളൂ. അതുപോലെ കയ്യാ കാണും, ഒരു 1.5 കയ്യാ. അടി കൊള്ളാതിരിക്കാൻ ഞങ്ങൾ നോക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാ. ഈ പുള്ളിയെ നന്നാകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി നേരെ പോട്ടെ വിട്ടു. എവിടെ? പോട്ടെ. റോയ് പാഷ ഞങ്ങൾ ഈ കണ്ടക്കടമായിരുന്നു. ഞങ്ങൾക്ക് ആകെ ഒരു 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. 2 സൈഡും തെങ്ങിൻ തോപ്പ. ഞങ്ങളുടെ എല്ലാം വേറെ ആളുടെയാണ്. ആമേൻ. 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ ഈ അപ്പൻ ഒരിക്കലും മതിൽ പണിയത്തില്ല, മതിൽ കെട്ടത്തില്ല. കൈ കാശ് കിട്ടിയാലും മതിൽ പണിയത്തില്ല. എന്നും ഈ കുറ്റിയിട്ട് വേലിയാണ് കിട്ടുന്നേ. അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്തോത്രം, ഞാൻ കൽപ്പണിക്കാരൻ കൂടിയായിരുന്നു. അപ്പോൾ ടേപ്പൊക്കെ വെച്ച് അളന്ന് നോക്കിയപ്പോഴേ ഒരു 14 സെൻറ്റിനകത്തുണ്ട്. പ്രമാണത്തിലത്തേ ഉള്ളൂ, 10 ഉള്ളൂ. ഞാൻ ചോദിച്ചു, അപ്പാ ഇതൊരു 14 സെൻറ്റ് അടുത്തുണ്ടല്ലോ, അപ്പം പറഞ്ഞാൽ അപ്പം തിന്നാൽ മതി, കുഴി എണ്ണാൻ നിൽക്കണ്ട. അതിൻ്റെ അർത്ഥം എന്നാന്ന്, എല്ലാ പ്രാവശ്യവും ഈ പുള്ളിക്കാരൻ വെയിൽ കെട്ടുമ്പോൾ കുറ്റി എന്ത് ചെയ്യും? ഞങ്ങളുടെ വീടിൻ്റെ വെയിൽ ഒറ്റ മരം പോലും പിടിച്ചതില്ല, എല്ലാം പുത്തൻ കുറ്റിയ. എല്ലാ വർഷവും വെയിൽ കെട്ടുമ്പോൾ അപ്പച്ചൻ ഇച്ചിരി എന്ത് ചെയ്യും? മാറ്റിക്കെട്ടും. അങ്ങനെ ഇപ്പോൾ 14 സെൻറ്റ് അടുത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ അപ്പച്ചനെ പോട്ടെ വിട്ടു. അവിടെ ചെല്ലുമ്പോൾ നായ്ക്കമ്മയുടെ അച്ഛൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 7 ദിവസത്തെ മീറ്റിംഗ്, ധ്യാനമാണ്. ചെന്നന്ന് തന്നെ അച്ഛൻ വിളിച്ചു പറയുക, 10 സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു, അതിപ്പോൾ 14ആയി. കുറ്റി മാറ്റിക്കുത്തിയ ഒരുത്തന് ഇതിനകത്തിരിപ്പുണ്ട്. ഉടനെ കൂടെ കൊണ്ടുപോയി ജോണിച്ചേനോട് പോയി, ജോണി ഇങ്ങനത്തെ ചതിവ് ചെയ്യരുത്. എന്നാ പറ്റി സേവരേട്ടാ? ഞാൻ മാറ്റിക്കുത്തിയാരും താനെന്തിനോട് പറഞ്ഞു? എൻ്റെ പൊന്ന് സേവരേട്ടാ, എനിക്ക് പോലും അറിയില്ല സേവരേട്ട മാറ്റിക്കുത്തിയത്. 7 ദിവസവും അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു സ്തോത്രം ചെയ്തേ. 7ാമത്തെ ദിവസം സമർപ്പിച്ചിട്ട്, എൻ്റെ പൊന്ന് കർത്താവേ, ഇനി അച്ഛനെ കൊണ്ട് പറയിപ്പിക്കല്ലേ, ഞാൻ മാറ്റിക്കുത്തിയേക്കാം. ഒരു അല്ലെന്ന് പറഞ്ഞേ. ഈ പണ്ടത്തെ ഒരു റോൾ മോഡൽ ഒരു ബാഗും കൊണ്ട് അപ്പം ധ്യാനം കൂടാൻ പോയത്. ആ വരവ് ഞാൻ ഇന്നും മറന്നിട്ടില്ല. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുന്നപ്പൻ ആ പഴയ 10 സെൻറ്റിൽ കൊണ്ട് ഈ ബാഗ് വെച്ചിട്ട് 14 കുറ്റി ഇളക്കി പിന്നെയും കൊണ്ടുവന്ന് എവിടെ കുത്തി? 10 കുത്തി. ഞങ്ങൾക്കും സന്തോഷം, വീട്ടുകാർക്കും സന്തോഷം, തമ്പുരാനും സന്തോഷം. അങ്ങനെ കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞപ്പോൾ അപ്പം പെന്തക്കോസ്തി വന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുറ്റി വീണ്ടും ഇവിടെ നിളക്കി കൊണ്ട് 14 കുത്തി. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്നാ ഇടപാടായി കാണിക്കുന്നത്? പണ്ട് മാറ്റിക്കുത്തിയതല്ലേ? അപ്പം അപ്പൻ എന്നോട് പറഞ്ഞു, എടാ ഞാനായിട്ട് മാത്രം എന്തിനാ ഇത് മാറ്റിക്കുത്താത്തെ? അവിടെ ഇരിക്കുന്നവന്മാരെ എല്ലാം മാറ്റിക്കുത്തിയതാടാ. മനസ്സിലായില്ലല്ലേ? അവിടെ ഇരിക്കുന്ന എല്ലാ അച്ചായനും അമ്മാമ്മയും സെക്രട്ടറിയും ഖജാൻജിയും എല്ലാം മാറ്റിക്കുത്തിയതാ. ദൂത് മനസ്സിലായോ? ഇതിനകത്ത് വരുന്ന തലമുറ, നമ്മുടെ ഈ വാശിയും നമ്മുടെ വൈരാഗ്യവും നമ്മുടെ പിണക്കമൊന്നും അടുത്ത തലമുറക്ക് വേണ്ട. ഭാഷേ, അവരവരുടെ പാട്ടിന് പോകും. അവർ കാണേണ്ടത് ഐക്യതയോ, അവർ കാണേണ്ടത് സ്നേഹമാ. നമ്മുടെ കുശുമ്പും നമ്മുടെ ഭൗഷണ്യവും പെന്തക്കോസ്തിന്റെ അസൂയൊന്നും ഇപ്പോഴത്തെ തലമുറക്ക് വേണ്ട. അവർ ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെ അസൂയയും കുശുമ്പും ഭൗഷണ്യമുള്ള സഭക്കകത്ത് ഞങ്ങൾ ആരാധിക്കുന്നത്? ഞങ്ങൾക്കിത് വേണ്ട. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചിലത് ഉടയട്ടെ. കർത്താവിന് നല്ലൊരു ആമേൻ പറ. അവൻ എൻ്റെ ഹൃദയം തുറന്ന്, ഭാഷ എനിക്ക് അത്ര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഹൃദയം തുറന്ന് ചോദിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് പിടിച്ചു നിൽക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അവർ ഇതിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് എന്താ ഇവിടെ ഉള്ളത്? ഭാഷേ, അവർക്ക് എന്താ ഇതിനകത്തുള്ളത്? അവർ തമ്മി നോക്കുമ്പോൾ നമ്മുടെ സ്നേഹം അവർ നോക്കും. നിങ്ങൾ അറിയുന്നതിലും അത് നോക്കും. എനിക്ക് 2 മക്കളാ. ഒരുത്തൻ ഓസ്ട്രേലിയയിലുണ്ട്, ഒരുത്തൻ വീട്ടിലുണ്ട്. അവർ 2 പേരും വർഷിപ്പ് ലീഡേഴ്സാ. പക്ഷെ ഇളയവനുണ്ടല്ലോ, അവൻ്റെ പേര് ലെസ്ലി എന്നാ. എന്നെ വരച്ച വരെ നിർത്തും. സ്വത്രം, നമ്മൾ മനുഷ്യരല്ലേ? എന്തോ പറഞ്ഞ് ഞാൻ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി റെഡിയാകുക. എന്നും എൻ്റെ ഷർട്ട് വെച്ചിരുന്ന കണ്ടില്ല. ഞാൻ എൻ്റെ ഷർട്ട് എവിടെയാന്ന് പറഞ്ഞ് അല്പം ഒച്ച കിട്ടു. സ്തോത്രം. ബൈബിളും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഈ പുള്ളി എന്നോട് ചോദിക്കുക, എവിടെ പോകുന്നു? ഞാൻ എവിടെ പോകണം? ബൈബിൾ കണ്ടില്ലേ? പ്രസംഗിക്കാൻ കൊണ്ടാണ്. മമ്മിയുടെ ചീത്തയും പറഞ്ഞ് മമ്മിയോട് കോപിച്ച് ഇയാൾ എവിടെ പോകുന്നു? എന്നിട്ട് അവസാനം സത്യമായിട്ട് ഞാൻ ചർച്ച കയറി എന്ന് വിളിച്ചു പറയും, പപ്പക്ക് ഭയങ്കര ചൂടാന്ന്. ഞാൻ വൈഫിനോട്ട് നോക്കിയപ്പോൾ തലേം താത്തി റാവരച്ചോണ്ടിരിക്കുക. എൻ്റെ സകല കൈവോള. ഞാൻ പറഞ്ഞു ഞാൻ പറയും.
പാപ്പ ഈ കിടന്ന് വീട്ടിൽ കിടന്ന് കാണിക്കുന്ന സകല കയ്യിലൂത്ത് ഞാൻ ചാച്ചി പറയും. അന്ന് ഞാൻ നന്നായി. അന്ന് നമ്മൾ ഭാഷ നമ്മുടെ ഒരു ആശയമൊന്നും നമ്മുടെ മക്കൾക്ക് വേണ്ട. ഭാഷ അവർക്ക് ഈ കസേരകളും പൊളിറ്റിക്കലും ഇതൊന്നും അവർക്ക് വേണ്ട. അവർ സത്യസന്ധമായി വരും, സത്യസന്ധമായി ചെയ്യും. രാമൻ പറ, നമ്മളായിട്ട് ഒരു തലമുറയുടെ വാതിൽ അടച്ചു കളയരുത്. അതുകൊണ്ട് ക്ഷമിക്കപ്പെടേണ്ടവരോട് ക്ഷമിക്കപ്പെടണം. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ആമേൻ. ഞാൻ കേട്ടിട്ടുണ്ട്, കെ എബ്രഹാം സാറ് ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശക്തമായ ദൈവജനം പ്രസംഗിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന അടുക്കുന്ന ഇറങ്ങി ഓടി. ഭാഷ കേട്ടിട്ടുണ്ടോ? ഇറങ്ങി ഓടി. ആമേൻ. കെ എബ്രഹാം സാർ ചോദിച്ചു, ഒരുത്തൻ ഓടുന്നുണ്ടാ പിടിച്ചു എന്ന് പറഞ്ഞു. പാസ്പോർട്ട് ഭൂതമിളകി ഓടുകയാ. കൂടെ സെക്രട്ടറി കൂടെ ഓടി 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 പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ഇവൻ ആമൻ വയലോരമൊക്കെ കടന്ന പറമ്പൊക്കെ ചാടി. ഒരു കളമുണ്ട്, പാടത്തിനടുക്കൊരു കളമുണ്ട്. ആ കളത്തിലോട്ടാ ഓടുന്നേ. സെക്രട്ടറിയും കൂടെ ഓടുകയാ. അവിടെ ചെന്നപ്പോ എന്ത് മാറി നോക്കി, ഇയാൾ എങ്ങോട്ടേ ഓടുന്നേ. ചെന്ന് ആ കളത്തിനകത്ത് അവിടെ കാമൻ കൃഷിപ്പണി ചെയ്യുന്ന, അല്ലെങ്കിൽ പാടത്ത് കിളക്കുന്ന ഒരു സൂക്ഷിപ്പുകാരനുണ്ട്. ഒരു താഴ്ന്ന മനുഷ്യനാ. ആ മനുഷ്യന്റെ കൂടാരത്തിൽ അയാൾ കിടക്കുക. അയാളുടെ കാലെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കടാ, ക്ഷമിക്കടാ എന്നോട്. ചർച്ചിലെ സെക്രട്ടറി പുറത്ത് മാറി നിൽക്കുക, ക്ഷമിക്കടാ. മറ്റവൻ പാവം ഉറക്കത്തിന്ന് ചാടി എഴുന്നേറ്റ്, അച്ഛാ എന്നാച്ചാ? ഇല്ലടാ, ഇന്നലെ ഞാൻ നിന്നോട് അത് പറഞ്ഞില്ലേ, നിന്നെ ഞാൻ ഇന്നലെ അത് കാണിച്ചില്ലേ, നിന്റെ ഹൃദയം ക്ഷീണിച്ചില്ലേ, നിന്റെ ഹൃദയം വാടിയില്ലേ, എടാ നീ ക്ഷമിച്ചെന്ന് പറയടാ. ഒരൊറ്റ കരച്ചില്ല. ഈ സെക്രട്ടറി പുറത്തു മാറി നിൽക്കുക, കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു. പിറ്റേ ദിവസം കെ എം സാറും പറയുക, ആരാധനാലയത്തിൽ ഏറ്റവും മുമ്പിൽ അവനുണ്ട്. ഏത്? ആ മാടത്തി കിടന്നവനുണ്ട്. നമ്മൾ ക്ഷമിക്കപ്പെടാത്തത് കൊണ്ട് പലതും ഇതിനകത്തോട്ട് വരുന്നില്ല. പണ്ടേ നമ്മുടെ സഹോദരങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. പണ്ടേ നമ്മുടെ സഹോദരങ്ങൾ ഇതിനകത്ത് ആരാധനക്ക് വരേണ്ടത് ായിരുന്നു. ഇവിടെ ആരാധനയില്ലാഞ്ഞിട്ടാണോ? ഇവിടെ വചനമില്ലാഞ്ഞിട്ടാണോ? വചനമില്ലേ, ആരാധനയില്ലേ, ഇതിനകത്തേക്ക് എന്താ വരാത്തത്? നീ വാതിൽ അടച്ചു വെച്ചേക്കുക. നീ ഇതൊറ്റൊരാൾ വാതിൽ അടച്ചു വെച്ചേക്കുക. ഇന്ന് രാത്രി ആ വാതിലങ്ങ് തുറക്ക്. ഇന്ന് രാത്രി ആ വാതിലങ്ങ് ഓപ്പണാക്ക്. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. ഈ രാത്രി വാതിൽ ഉറങ്ങണം പ്ലീസ്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ താഴ്മയോടെ പറയുന്നു, ഇന്നലെ വരെ വിളിക്കാത്തവരെ ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യണം? നിസ്സാര കാര്യമൊന്നുമല്ല. ഈ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ പറയും, ഞാൻ കുറയുമോ, എനിക്ക് കഴിവില്ലെന്ന് തോന്നുവോ, തെറ്റ് എൻ്റെ ഭാഗത്താന്ന് തോന്നുവോ? എന്ത് തോന്നിയാലും കുഴപ്പമില്ല, നീ വിളിക്ക്. അവരാരും കണ്ടിട്ടില്ലാത്തത് ദൈവം നിനക്ക് തരും. അവരാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ദൈവം നിനക്ക് തരും. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാമോ? ഞാൻ ആ വാക്യം ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലേക്ക് എടുത്തു വെക്കുകയാണ്. അന്ന് എന്ന് തമ്പുരാന്റെ സാന്നിധ്യം നടുവിൽ വന്ന അന്ന്, യേശുവിൻ്റെ തിരുകൃപ നടുവിൽ വന്ന അന്ന്, വാസ്തവത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് വന്ന അന്ന്, അവർ തമ്മിൽ വൈരമായിരുന്നവർ സ്നേഹിതന്മാരായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നടുവിലും കർത്താവില്ലേ, നമ്മുടെ ഭവനത്തിലും കർത്താവില്ലേ? നാമും സേവിക്കുന്നത് ഈ സത്യദൈവത്തെ തന്നെയല്ലേ? ഇന്ന് രാത്രി വിളിക്കണം. എൻ്റെ മാതാപിതാക്കൾ, അപ്പനും അമ്മയും നിത്യത ചേർക്കപ്പെട്ടു. ഏറ്റവും മൂത്ത ചേട്ടനുണ്ട്. ചേട്ടന് 78 വയസ്സായി. ചേട്ടൻ ഒന്നാമത്തെ, ഞാൻ 10ാമത്തെ. റോയ് പാസ്റ്റർ, ഞാൻ എവിടെ പോയാലും, ഏത് കേരളം വിട്ട് ഞാൻ എവിടെ മീറ്റിങ്ങിന് പോയാലും ഞാൻ ഓടി എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് ചേട്ടന് മുമ്പിൽ മുട്ടുമടക്കും. എന്നിട്ട് പറയാ, കൈവച്ചൊന്ന് അനുഗ്രഹിച്ചേ. അപ്പനുണ്ടായിരുന്നത് വരെ അപ്പൻ്റെ അടുത്ത് കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പം മരിച്ചതിന് ശേഷം അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഇന്ന് ചേട്ടനാ വീട്ടിലുള്ളത്. എൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് എന്നെ കൊണ്ടുവന്ന് കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാതെ ഞാൻ ഇന്ന് വരെ ഒരു മീറ്റിങ്ങിന് പോയിട്ടില്ല, ഇനി പോകത്തുമില്ല. അറിയാമോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം UK ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് എൻ്റെ അന്ന് രാവിലെ എത്തി. വീട്ടിൽ വന്ന് കുളിച്ച് വണ്ടിയും എടുത്ത് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ചേട്ടൻ
ചേട്ടൻ്റെ ചേട്ടത്തിയുണ്ട്. ചേട്ടന് ഭയങ്കര ആസ്മയാ. അപ്പോൾ ചേട്ടത്തി എന്നോട് പറയുക, എൻ്റെ പൊന്നുമോനെ നീ പോയി അന്ന് തൊട്ട് ഒരു നേരമേ കഴിക്കുന്നുള്ളൂ, ഒട്ടും വയ്യ. ഞാൻ പറയുന്നു കഴിച്ചിട്ട് പ്രാർത്ഥിക്കേ. ഇല്ല മോനെ, അവൻ വരുന്നത് വരെ ഞാൻ കഴിക്കത്തില്ല. പക്ഷേ ഒരു നേരം കഴിച്ച് ഈ ആസ്മ വലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ പകൽ മുഴുവൻ പ്രാർത്ഥന മുറിയിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ബന്ധങ്ങൾ വലുതാതെയോ മക്കളെ? അത് ഉടച്ച് കളയല്ലേ, അത് തകർത്ത് കളയല്ലേ, അത് വലുതാണെന്നേ. അത് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എല്ലാ മാനസിക പ്രയാസങ്ങളോ എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളോ നാളെ നേരം വെൽക്കുമ്പോൾ വെക്കരുത്. നാളെ വരുന്ന അഭിഷേകത്തിന് ആരാന്ന് എനിക്കറിയില്ല. ആ ദൈവദാസൻ ഈ പുൽപിറ്റിലോട്ട് കയറുമ്പോൾ ഈ ആലയത്തിനകത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കണോ, അസാധാരണമായ ദൈവമഹത്വം ചലിക്കണോ. അത് സംഭവിക്കണമെങ്കിൽ ഒരു കാര്യം സംഭവിച്ചേ പറ്റൂ. ഈ രാത്രി ഇതിന്റെ നടുവിൽ രമ്യപ്പെടണം. എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി കൈ കൊടുത്തെന്ന് പറഞ്ഞേ. യേശുവിൻ്റെ ക്രൂശിൻ്റെ ഒന്നാമത്തെ സാധ്യത വൈരമായിരുന്നതെല്ലാം രമ്യപ്പെടണം, സ്നേഹമാകണം. ഹല്ലേലൂയ. ഞാൻ എന്ത് ബേസിലാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു വാക്യം മാത്രം തരാം. റോമാലേഖനം ഒന്ന് എടുക്കാമോ? ഒന്ന് ഇട്ടാലും മതി, വേഗത്തിലിട്ടോ. റോമാലേഖനം 5-ാം അധ്യായം അതിന് 10-ാമത്തെ വാക്യം. ശത്രുക്കൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്തെ ദൈവത്തോട് നിരപ്പ് വന്നു. യേശു നമ്മെ സ്നേഹിച്ചത് നമ്മിൽ നന്മ കണ്ടിട്ടൊന്നുമല്ല, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോഴാണ് നമ്മെ സ്നേഹിച്ചത്. ഒരു ആമേൻ പറയാൻ പറ്റുമോ ദൈവമക്കളെ? ഒരു കണ്ണിനും നമ്മോട് ദൈവം തോന്നാതിരുന്നപ്പോൾ, ഒരു നന്മ പോലും നമ്മിൽ കാണാതിരുന്നിട്ട് നമ്മെ ഇത്രമാത്രം സ്നേഹിച്ച ഈ അരുമനാഥൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ക്ഷമിച്ചുകൂടാ? ഒരു ഹല്ലേലൂയ എന്ന് പറയുക പറഞ്ഞേ. രണ്ടാമത്തെ ക്രൂസിന്റെ സാധ്യത കുറിച്ചു വെക്ക മക്കളെ. ആമൻ. മാർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുക. അവൻ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു. എന്നാൽ ഒരു കലഹത്തിൽ കൊല ചെയ്തവരായ കലഹക്കാരോടുകൂടെ ബന്ധിച്ചിരുന്ന ബറാബാസ് എന്ന് പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു. ആ ചരിത്രം മാത്രം ഒന്ന് തൊടാം ദൈവമക്കളെ. അന്ന് നക്സൽ വാരി എന്ന് പറയുന്ന നമുക്കറിയത്തില്ലേ, യൂദായുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു. റോമാക്കാരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കാൻ വേണ്ടി വാളും കുന്തവും അധികാരവും പിടിച്ചു മേടിക്കാൻ നടന്ന ഒരു പറ്റം നക്സൽവാദികൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ലീഡറായിരുന്നു ബറാബാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചോര ഒഴുക്കി ഞങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി അരമുറുക്കി ഇറങ്ങിയവനാ ബറാബാസ്. ഒരുപക്ഷെ അതിൻ്റെ കൂടെയുള്ള ഒരു മനുഷ്യനാണ് യൂദാ എന്ന് പറയുന്നത്. അവൻ പിൻകാലത്ത് യേശുവിനെ അനുഗമിച്ചു. എന്നാൽ വലിയ കലഹത്തിൽ കൊല ചെയ്തവനായ ബറാബാസിനെ അകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട്. യേശുവിനെ ക്രൂശിക്കണമെന്നുള്ളത് യഹൂദന്മാരുടെയും റോമാക്കാരുടെയും തീരുമാനമായതുകൊണ്ട് റോമൻ ഗവർണറായ പീലാത്തോസ് പഠിച്ച മണി 18 നോക്കി യേശുവിനെ വിടാൻ ഗവർണറിന്റെ ഭാര്യ പീലാത്തോസ് പറയുന്നു, അവൻ നീതിമാനാണ്, നീതിമാന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യരുത്, ഇടപെടരുത്. ഇതുകൊണ്ട് മാത്രം പീലാത്തോസ് ഒന്നല്ല പല തവണ വിടാൻ നോക്കി. ഒന്ന് കുറയെ 39 പ്രാവശ്യം അടിച്ചിട്ട് വിട്ടേക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു യാത്ര പോയപ്പോൾ ആ മീറ്റിങ്ങിന് കൊണ്ടുപോയ ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞു, പക്ഷേ ഞങ്ങളൊരു സാധനം കാണിച്ചു തരാം. എനിക്ക് കാണണം. എന്താ കാണണ്ടേ? പറയത്തിൽ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ എന്നെ വണ്ടിക്കകത്ത് കയറ്റി അവർ കൊണ്ടുപോയി. മരുഭൂമി തുല്യമായ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവൻ ഇങ്ങനെ കുറെ മുള്ളുകൾ പടർന്നു കിടക്കുന്നു. അവർ 2 കമ്പെടുത്തിട്ട് ആ മുള്ളിന്റെ കമ്പ് ഈ വടിയെ കുത്തിപ്പോക്കി. ഞാൻ ചോദിച്ചു, എന്തിനാ ഇതെന്നെ കാണിക്കുന്നത്? മുള്ളിന്റെ നീളം ഒന്ന് അളന്ന് നോക്കിക്കേ. എൻ്റെ കൈ വെച്ച് നോക്കിയപ്പോൾ ഇതിന് 3/4 ഭാഗമുണ്ട്, 6 ഇഞ്ച് 8 ഇഞ്ച് താഴെ നീളമുണ്ട് ഈ മുള്ള്. ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞെട്ടിയൊന്നും വേണ്ട, ഈ മുള്ളാണ് യേശുപ്പച്ചൻ്റെ തലയിൽ അടിച്ചു കയറ്റിയത്. അത്രയും ഷാർപ്പാണ് ഭാഷ. ഞാൻ കയ്യിലെടുത്തത് കൊണ്ടായി പറയുന്നേ. ആ മുള്ള് കഷ്ടകാലത്തിൽ നമ്മൾ എടുത്ത് നമ്മുടെ ശരീരത്ത് കൊണ്ടാലുണ്ടല്ലോ, അതിൻ്റെ വേദനയുടെ കട്ടുകഴുപ്പെന്ന് പറയുന്നത് 2 ദിവസം എടുത്താലും പോകത്തില്ല. അതുകൊണ്ട് അത് മാറ്റുന്നത് ചവണ പോലുള്ള സാധനം പിടിച്ചാണ് ആ മുള്ള് മാറ്റുന്നത്. ഈ മുള്ള് ചവണ പോലെ 2 കൂട്ടമായി പിരിച്ചെടുത്ത് യേശുവിൻ്റെ തലയിൽ അവർ ചുരുട്ടി വെച്ചു. എന്നിട്ട്
ആ മുള്ള് അവൻ ഷെയ്ക്കാകുന്നത് കൊണ്ട് ഈ മുള്ള് അനങ്ങാതിരിക്കാൻ അവർ ചെയ്ത എന്നാന്നറിയാമോ? ഒരു കോല് കൊണ്ടുവന്നിട്ട് യേശുപ്പച്ചന്റെ തലയിൽ വെച്ച മുൾക്കിരീടം അടിച്ചു താഴ്ത്തി. യേശുവിന്റെ സമകാലികനായ ജോസിഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു, ആ മുള്ള് അടിച്ച് തലക്കകത്ത് കയറ്റിയപ്പോൾ ആ മുള്ളിന്റെ ഒരംശം കൺപോളക്കകത്തുനിന്ന് കണ്ണിലൂടെ പുറത്തു വന്നത് നിമിത്തം ഒരു കണ്ണ് പുറത്തോട്ട് തൂങ്ങിക്കിടന്നിരുന്നു. സഹോദരങ്ങളെ, അവൻ ഇങ്ങനെ തൂക്കിയിട്ട് അടുപ്പിച്ചിട്ട് വിടാൻ അവൻ പീലാത്തോസിനെ കൽത്തളത്തിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ പീലാത്തോസ് പറയേണ്ടി വന്നു, ആ മനുഷ്യൻ ഇതാ. മനസ്സിലായില്ലല്ലേ? അടിക്കുന്നതിന് മുമ്പ് പീലാത്തോസിന്റെ കത്തളത്തിലോട്ട് കയറ്റിവിട്ട യേശുവിനെ തിരിച്ചടിച്ചു കൊണ്ടുവന്നപ്പോ കാണികൾക്ക് മനസ്സിലായില്ല ആ രൂപത്തിലാണ് യേശുവിനെ അവർ തിരിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് ആളുകൾ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഇവൻ ആരാ, ഈ നിൽക്കുന്നവൻ ആരാ എന്ന് ചോദിച്ച് അവൻ തമ്മി പറഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞ്, അകത്തോട്ട് കൊണ്ടുപോയില്ലേ, അടിക്കാൻ വിട്ടില്ലേ, ആ മനുഷ്യനാണ് ഈ മനുഷ്യൻ. സ്വത്രം ഇങ്ങനെ അടിച്ച് മുറിവേൽപ്പിച്ച് ക്രൂശിക്കാൻ തീരുമാനിച്ച് പീലാത്തോസിനെ കൽത്തളത്തിൽ കൊണ്ടൊന്ന് വിട്ടുവിടാൻ കാര്യങ്ങൾ മെനയുമ്പോൾ ഒരുമിച്ച് ജനം പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കുക, പകരം ബറബ്ബാസിനെ വിട്ടുതരിക. നിങ്ങറിയാമോ, നീചനായ കുലപാതകനായ അടുത്ത ദിവസങ്ങളിൽ ആരാച്ചാരുമാരുടെ മിന്നിത്തിളങ്ങുന്ന വാളിനാൽ തലവെട്ടി മാറ്റാൻ അകത്തളത്തിലാകെ അടച്ചിട്ട പീലാത്തോസിന്റെ കയ്യിലെ കെട്ടവരഴിച്ചു, പീലാത്തോസിന്റെ കാലിലെ കെട്ടവരഴിച്ചു. ബറബ്ബാസിന്റെ കാലിലെയും കയ്യിലെയും കെട്ടവരഴിച്ചു. അവിടെ നിന്ന് അവർ വെളിയിൽ കൊണ്ടുവന്നു. നിങ്ങൾ നോക്ക്, അവൻ പീലാത്തോസിന്റെ കൽത്തളം എന്ന് പറയുന്നത് അവൻ സാധാരണ നിലയിൽ നിന്നും 24 അടി ഉയരമാണ്. 24 അടി ഉയരത്തിൽ കൊണ്ടുവന്ന് ബറബ്ബാസിനെ നിർത്തി ബറബ്ബാസിന്റെ കയ്യിലെ ചങ്ങല അഴിച്ചു. തൊട്ടടുത്ത് നസ്രത്തുകാരനായ യേശുവിനെ കൊണ്ടുവന്ന് അതിനേക്കാൾ കട്ടിയുള്ള ചങ്ങല കൊണ്ട് യേശുവിന്റെ കയ്യിനെ ബന്ധിച്ചു. ബറബ്ബാസ് ആമേൻ യേശുവിന്റെ കയ്യിലേക്ക് നോക്കിയ, യേശുവിന്റെ കാലിലേക്ക് നോക്കിയ, യേശുവിന്റെ തലയിലേക്ക് നോക്കിയാണ്. അടുത്തു നിന്നൊരു പടയാളി വിളിച്ചു പറഞ്ഞു കാണും, ബറബ്ബാസേ, നിന്റെ കയ്യിലെ ചങ്ങല പൊട്ടിയത് അവന്റെ കൈ ബന്ധിക്കപ്പെട്ടത് കൊണ്ടാണ്. നിന്റെ കാലിന്റെ ചങ്ങല അഴിഞ്ഞത് അവന്റെ കാലിൽ ചങ്ങല വീണത് കൊണ്ടാണ്. ബറബ്ബാസ്, നിന്റെ ബന്ധനം അഴിഞ്ഞത് അവൻ ബന്ധിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇന്ന് രാത്രി വേളയിൽ ക്രൂസിന്റെ രണ്ടാമത്തെ സാധ്യത, ആ യേശുവിന്റെ ക്രൂസിന്റെ ശക്തിയാൽ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല. അവന്റെ ശക്തിയാൽ അഴിക്കാൻ കഴിയാത്ത ഒരാഭിചാരവുമില്ല. കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുക. യേശുവിന്റെ ക്രൂസിന് അഴിക്കാൻ കഴിയാത്ത ഒരു മന്ത്രവാദവുമില്ല, ഒരാഭിചാരവുമില്ല, ഒരു ശുദ്രവുമില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽ വേളയില് ഞാൻ പറയാം, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ആത്മാവിൽ ഞാൻ ക്ലെയിം ചെയ്ത് പറയുന്നു, യേശു തമ്പുരാന്റെ ക്രൂസിന് അഴിക്കാൻ കഴിയാത്ത ഒരു മന്ത്രവാദവുമില്ല, ഒരാഭിചാരവുമില്ല, ഒരു ശുദ്ര പ്രവൃത്തിയുമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ യേശുവിന്റെ ക്രൂസിന്റെ സാധ്യത നിന്റെ കൂടാരത്തിനകത്ത് വ്യാപരിക്കുന്ന സകല കെട്ടുകളെയും ഇന്ന് രാത്രി ദൈവം അഴിക്കും. കർത്താവിന് നല്ലൊരു ആമേൻ പറ. ഹല്ലേലൂയ. ഞാൻ ആമേൻ സ്തോത്രം 31 വർഷമായി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, യേശുവിന്റെ ക്രൂസിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, വചന പഠനത്തിന് വേണ്ടി പറയുക. ഞാൻ ശുശ്രൂഷ ചെയ്ത് തുടങ്ങുമ്പോൾ എൻ്റെ ശുശ്രൂഷയുടെ അജണ്ട ഞാൻ പുറത്തുവിടും, അല്ലേ? ഈ വർഷം അവൻ നിയമസഭക്കകത്ത് കയറി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവരുടെ പ്രവർത്തന മേഖലകൾ പുറത്തുവിടും. എന്നാൽ യേശു കർത്താവ് ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ശുശ്രൂഷയുടെ അജണ്ട പരിശുദ്ധാത്മ പുറത്തുവിട്ടു. അത് യെശയ്യാ 61 വായിച്ചേ. യെശയ്യാ 61:1 വേഗം വായിച്ചു. യെശയ്യാ 61:1-2 വാക്യം.
എളിയവരുടെ സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട്, യഹോവയെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനും. അടുത്ത വാക്ക് തടവുകാർക്ക് വിടുതൽ. എടാ ബറാബാസേ, നീ ജനിക്കുന്നതിന്, നിന്റെ അപ്പനും അമ്മയും ജനിക്കുന്നതിന് മുമ്പ് നിന്റെ ബന്ധനം അഴിക്കുമെന്ന് യെശയ്യാവ് എഴുതി വെച്ചിരിക്കുക. ദൂരെ മനസ്സിലായെങ്കിൽ ഉറയ്ക്കുവ രാമൻ പറ. തടവുകാരുടെ ബന്ധനം, താമെ ബന്ധിക്കപ്പെട്ടവന്റെ ബന്ധനം അഴിക്കുമെന്ന്, ബന്ധിക്കപ്പെട്ടവന്റെ ബന്ധനം പൊട്ടിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക. നിന്റെ കൂടാരത്തിൽ വ്യാപരിക്കുന്ന സകല കെട്ടുകളെയും അഴിച്ചു മാറ്റാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. Hallelujah. Hallelujah. നിങ്ങൾ വിശ്വസിക്കേ. തമ്പുരാൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല, തമ്പുരാൻ പൊട്ടിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ ഇത് പറയുന്ന കൂട്ടത്തിൽ വേദപുസ്തകത്തിലെ 3 ചോദ്യം എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തരുന്നു. മർക്കോസ് വായിക്കണ്ട കേട്ടോ, വായിക്കണ്ട. മർക്കോസ് 5-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 3 പ്രധാനപ്പെട്ട ചോദ്യം മർക്കോസ് 5-ൽ. വേണമെങ്കിൽ ആ റെഫറൻസ് ഞാൻ പറഞ്ഞു തരാം. 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1-ാമത്തെ ചോദ്യമാണ്, നിന്റെ പേര്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിന്റെ പേരെന്ത്? മർക്കോസ് 5-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട ചോദ്യം. 1, നിന്റെ പേര് എന്ത്? ആരുടെ ചോദ്യം? അശുദ്ധാത്മാവിനോട്. ഏത്? 6000 ദുർഭൂതം കേറിയ ലഘുവൻ ബാധിച്ച പൈശാചിക ശക്തിയോട് യേശു ചോദിക്കുന്നു, നിന്റെ പേരെന്ത്? അങ്ങനെയാണെങ്കിൽ അവൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധവുമില്ല. ശ്രദ്ധിച്ചു വെച്ചോ, അവൻ അഴിക്കാൻ കഴിയുന്നത് ഏത് പൈശാചിക മണ്ഡലത്തെയും എന്റെ തമ്പുരാന് ഇന്ന് രാത്രി പൊട്ടിക്കാൻ കഴിയും. കരമടിച്ചുള്ള ദൈവത്തെ ആരാധിച്ച് നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറക്കെതിരെ, നിന്റെ കൂടാരത്തിനെതിരെ ശത്രു കെട്ടിവെച്ച സകല കെടുതികളോ ഇന്ന് രാത്രി എന്റെ ദൈവം അഴിച്ചിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ആമൻ, എല്ലാ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും ദൈവം ഇന്ന് രാത്രി നിന്നെ അഴിക്കും. ആമേൻ. ഞാൻ ഇത് പറയും മാത്രമല്ല വിശ്വസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ വെച്ച് ഒരു കൺവെൻഷൻ നടക്കുക. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് അടുത്ത മീറ്റിങ്ങിന് പോകണം. അപ്പോൾ എന്നോട് അവർ പറഞ്ഞിരുന്നു, ഇവിടെ ഇത്ര മണിക്ക് നിർത്തണം, വണ്ടി വാതിക്കലുണ്ട്, ഓടി ഇറങ്ങണം, ആർക്കും വേണ്ടി പ്രാർത്ഥിക്കരുത്, പാസ്റ്റർ ഓടി കയറണം. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി ഓടി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ, എൻ്റെ ഭാര്യ വർഷങ്ങളായിട്ട് ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്നു. അതുകൊണ്ട് ഒരു സ്വസ്ഥതയുമില്ല പാസ്റ്റേ. അവള് ഇന്ന് അവിടെ 2 മക്കളും കൂടി പള്ളിക്കകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഖത്തറിൽ ആരാധിക്കുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? പാസ്റ്റർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞാൻ പറഞ്ഞു, ഓക്കെ, അടുത്ത മീറ്റിങ്ങിന് പോവുക, സമയം ഒട്ടുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, എൻ്റെ തമ്പുരാൻ അഴിക്കാൻ കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് ബ്രദറെ ഒന്ന് കണ്ണടച്ചേ. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ഒരു ശരീരമായതുകൊണ്ട്, നീ മേലെ 2 അല്ല 1 ആയതുകൊണ്ട് നിങ്ങളുടെ തല കൈവെക്കുമ്പോൾ അവിടെ വിടുതൽ സംഭവിക്കും. ആമേൻ. അങ്ങനെ കൈവച്ച് എന്നെ കൊണ്ടുപോകുന്ന 2 ദൈവദാസ ദിക്സാക്ഷിയാ. കൈവച്ച് പ്രാർത്ഥിച്ചു. ബെന്നി എന്ന തൻ്റെ പേര് പ്രാർത്ഥിച്ചു. കർത്താവേ, തൻ്റെ ഭാര്യയെ ബന്ധിച്ചിരിക്കുന്ന കേട്ട് എന്താന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങയുടെ നാമം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങക്ക് ഏത് കെട്ടും അഴിക്കാൻ കഴിയോ? യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ശക്തി അഴിയട്ടെ. പ്രാർത്ഥിച്ച് എനിക്കൊരു ഭയങ്കര ആത്മപ്രേരണ തോന്നി. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ ബെന്നി പറഞ്ഞ ഫോൺ വരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ മോനാ വിളിക്കുന്നത്. എന്നോട് പറഞ്ഞ ഭാഷ മോൻ വിളിക്കുന്നു. ഒറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും. മോൻ വിളിച്ചു, പപ്പ, മമ്മി, ഞാനും ചേച്ചിയും കൂടി ആരാധനാലയത്തിന് വാദിക്കാൻ നിൽക്കുക. പെട്ടെന്ന് അമ്മ അടിച്ചു തല്ലി താഴെ വീണു. ഇവിടെ കിടന്ന് എഴഞ്ഞു. വലിയ വായിൽ നിലവിളിച്ച് എന്തൊക്കെയോ അമ്മ ഇവിടെ കിടന്ന് ആക്ഷൻ കാണിച്ചു. അമ്മയുടെ ശരീരത്തിൽ നിന്നോ വിട്ടുപോയി. പപ്പ എവിടെയാ? പപ്പ വേഗം വാ. അപ്പൊ ബെന്നി പറയാ, മോനെ പേടിക്കണ്ട, ആ രോഗം അഴിഞ്ഞു, ആ രോഗക്കെട്ടഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കൂടാരത്തിനകത്ത് അഴിയാത്തൊരു കെട്ടില്ല. ഈ പകരാത്രി ഇതിനകത്ത് ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം ചില വിടുതലുകൾ ഇന്ന് രാത്രി എന്റെ ദൈവം ചെയ്യുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നവർ കാര്യം തട്ടി ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരോട് പറയട്ടെ, ഞാൻ ഇങ്ങനെ പറയുക, ഇനി ഒരു നോർമലായ ഒരു ശുശ്രൂഷ കൊണ്ട് കാര്യം നടക്കത്തില്ല. നിങ്ങളൊരു വീട്ടിനകത്ത് ഇന്ന് കാല് വെച്ചാൽ അവിടെ ഭൂതമിളകണം. നിങ്ങളൊരു വീട്ടിനകത്ത് അവൻ കയറിയാൽ അവിടുത്തെ കെട്ടുകൾ അടിയപ്പെടണം. ഉപവാസത്തിന്റെ നടുവിൽ ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, ഇവിടുത്തെ ലീഡേഴ്സിന്റെ മേൽ ഒരധികാരം എന്റെ ദൈവം പകർന്നിരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഒത്തിരി കാര്യം പറയാനുണ്ട് ദൈവമക്കളെ. ഞാൻ ഫോട്ടോ വെച്ചൊരു വീട്ടിനകത്ത് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷാജന്റെ പിതാവ് ആസ്മ സൗഖ്യമായി മുന്നോട്ട് വന്നു. ഫുൾ ആസ്മ രോഗിയായിരുന്നു, സൗഖ്യമായി. അപ്പച്ചൻ സ്നാനപ്പെട്ടു. അപ്പച്ചനെ സ്നാനപ്പെടുത്തിയതിൽ 12 ചെറുപ്പക്കാരും കൂടി ജിമ്മിൽ പോയി. ആമൻ ബോഡി ബിൽഡേഴ്സായ 12 ചെറുപ്പക്കാരുകൂടി ഞായറാഴ്ച എന്നെ തല്ലം കയറി. ഞാൻ ചർച്ചിൽ വർഷിപ്പ് ചെയ്യുക, ഒരു ട്രാമറിനുണ്ട്. ട്രാമറിനടിച്ച് വർഷിപ്പ് ചെയ്യുമ്പോൾ ഇവന്മാർ 12 പേരും കൂടി കയറി ടൈറ്റ് ജീൻസൊക്കെ ഇട്ട് തലയോട്ടിയുടെ ബനിയനൊക്കെ ഇട്ട് ഇവന്മാരെല്ലാം വന്ന് നടുക്കോട്ടങ്ങ് കയറിയിരുന്നു. എന്നിട്ട് ആരാധിക്കുന്നവരെ നോക്കി കളിയാക്കാൻ തുടങ്ങി. കുറച്ച് എഴുന്നേറ്റ് സങ്കീർത്തനം വായിച്ചപ്പോൾ ഇവർ എഴുന്നേറ്റ് ഡിസ്കോ ഡാൻസ് കളിക്കാൻ തുടങ്ങി. 12 ചെറുപ്പക്കാർ. അതിൻ്റെ ലീഡറാ ഷാജൻ. ഞാൻ തമ്പുരാനെ, ഇവൻ കയറിയത് ആരാധനാലയത്തിനകത്താ. ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. തമ്പുരാൻ തൊട്ടേ പറ്റൂ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഞാൻ ഓടിച്ചെന്ന് ഇവന്റെ തലയിലോട്ട് കൈവച്ച് റോയ് പാഷേ ഇവൻ ആടിച്ച് താഴെ വീണതും ഇവനങ്ങ് മുഴങ്കാലയിരുന്നു. അവിടെ ഇരുന്നൊരു കയ്യടി അങ്ങ് തുടങ്ങി. കയ്യടി എന്ന് പറയുന്നത് നിർത്താൻ പറ്റാത്ത കയ്യടി. അവൻ 11 പേർ നോക്കിയപ്പോ ഇവിടെ കലക്കം വന്നവൻ നടുക്കിരുന്ന് അന്യഭാഷ പറയുന്ന പോലെ ആരാധിക്കുന്നു. കയ്യടിച്ച് ആരാധിക്കുക. കൂടെ ഉണ്ടാവും ചോദിച്ചു, എടാ ഷാജ നിർത്ത്. അവൻ ഇവിടെ നിർത്താൻ ഒക്കുന്നില്ല. അവസാനം വന്ന 11 ഇറങ്ങി ഓടി. അവൻ കയ്യടി നിർത്താത്തോണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഇതൊന്നും നിർത്തിത്താ. ഞാൻ നിർത്തത്തില്ലടാ, നീ കയറി വന്നത് എവിടെയാണെന്നറിയത്തില്ലേ? ഇത് ദൈവത്തിന്റെ ആലയമാ. കൈവച്ച ഭാഷേ ഇവനാടിച്ചു താഴെ വീണു. കമന്ന് കിടന്ന് കറിയാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ലായിരുന്നു, അങ്ങാണെന്ന് അറിയത്തില്ലായിരുന്നു. അന്ന് അവൻ രക്ഷാവാചകം ചൊല്ലി യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. ഇന്ന് ആയിരങ്ങൾ ആരാധിക്കുന്ന ചർച്ചിന്റെ ഭാഷയ്ക്ക് ദൈവം അവനെ മാറ്റി. ഞാൻ പണിത ചർച്ചിനേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള ചർച്ച് അവൻ കോട്ടയത്ത് പണിതു. ഇന്ന് 2 സർവീസ് ഉണ്ട്. 2 സർവീസിലോ നിറച്ചാളാണ്. അടുത്തൊരു കാര്യം എന്താ ഭാഷേ, ഞാൻ ഒരിക്കല് ഇങ്ങനെ ചർച്ചിനകത്ത് എൻ്റെ മെയിൻ ശുശ്രൂഷ ഈ ഭൂതങ്ങളുടെ മേൽ അധികാരമാണ്. ഞാൻ എവിടെ നിന്നാണേലും ചർച്ചിൽ കൊണ്ടുവരും. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഭൂതത്തെ പുറത്താക്കുമ്പോൾ ഒരിക്കൽ ആരും എൻ്റെ തോളത്തിങ്ങനെ തോണ്ടുന്നു. ഞാൻ ഷാജനാ എന്നാടാ പക്ഷെ ഒരു ഭൂതത്തെ പുറത്താക്കാൻ തരുമോ? നമ്മൾ ഈ ചോറും കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഷ്ണം ഇറച്ചി എനിക്ക് തരുമോന്ന് ചോദിക്കുന്ന പോലെയാ. ഒന്നിന് ഇറക്കാൻ ഞാൻ ചോദിച്ചാടാ, ഇത് കണ്ണി കണ്ടവർക്ക് ഇറക്കാൻ പറ്റുന്ന പരിപാടിയല്ല. ഇത് ഇറക്കണ കൃപ വേണമെന്ന് ചോദിച്ചു. പക്ഷെ പിറ്റേ തിങ്കളാഴ്ച അവൻ കൽപ്പണിക്കാരനാ, നല്ല ഇന്റീരിയർ അവൻ ഡിസൈൻ വർക്കറാ. അവൻ നേരെ ചർച്ചിന്റെ താക്കോല് മേടിച്ച് ചർച്ചിലൊരു ഒറ്റക്കയറ്റം 40 ദിവസം ഉപവാസം ഇരുന്നു. എൻ്റെ കൂടെ മീറ്റിങ്ങിന് വരാൻ തുടങ്ങി. ഞാൻ ഒരു സ്ഥലത്ത് കാലടിക്കാൻ തോന്നുന്നു മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജനം ആരാധിക്കുന്ന സമയത്ത് ഷാജൻ നടുക്കൂടി ഇറങ്ങാൻ തുടങ്ങി. ഇവൻ നടന്ന് ചെന്നപ്പോ ഒരു സഹോദരിയുടെ ഭൂതമംഗളകാൻ തുടങ്ങി. ഞാൻ കണ്ടു നിൽക്കുക. ഇവൻ വരരുത്, അടുത്തു വരരുത്, ഞാൻ പോയിക്കൊള്ളാം. അന്നു മുതൽ അവന്റെ മേൽ ശുശ്രൂഷ ആരംഭിച്ചു. സഭക്കകത്ത് കൂട്ടമായി ഭൂതമളകാൻ തുടങ്ങി. ഇന്ന് കോട്ടയത്തെ ഏറ്റവും വലിയ ചർച്ച് ഷാജന്റെ ചർച്ച. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഞങ്ങളൊക്കെ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും കേട്ടതോ എന്തെങ്കിലും വായിച്ചതോ പ്രസംഗിക്കാൻ വന്നതല്ല. അനുഭവത്തിന്റെ വെളിച്ചത്തില ഇന്ന് രാത്രി ദൂത് പറയുന്നത്. ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, തമ്പുരാൻ ഒരു ശബ്ദം ഉയർത്തുന്നു. നിന്റെ പേരെന്താ?
കഴിഞ്ഞ നാളുകളായി നിനക്ക് നിന്റെ തലമുറക്കുമെതിരെ, നിനക്ക് നിന്റെ കുടുംബത്തിനുമെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ കൈവച്ച പൈശാചിക മണ്ഡലത്തെ തമ്പുരാൻ വെല്ലുവിളിക്കുന്നു. നിന്റെ പേരെന്ന് അഴിയട്ടെ ഇന്ന് രാത്രി, അഴിഞ്ഞു മാറട്ടെ ഇന്ന് രാത്രി. In the name of Jesus. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ആത്മനിറവില് അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചോ. എനിക്കറിയാം ഏതൊക്കെയോ കുടുംബങ്ങളിൽ, ഏതൊക്കെയോ കൂടാരങ്ങളിൽ മാറി മാറി അനർത്ഥമിടുന്ന, മാറി മാറി രോഗമിടുന്ന, മാറി മാറി സാമ്പത്തിക ഞെരുക്കമിടുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രി എന്റെ ദൈവം അഴിക്കട്ടെ. വിശ്വസിക്കാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാനൊരു വെളിപ്പാട് കണ്ടതുകൊണ്ട് ഞാൻ ആ വെളിപ്പാടാസ്പദമാക്കി ഒരു ദൂത് പറയുന്നു. ആമൻ കൊണ്ടുപോയി വെക്കുന്ന പേപ്പർ ഊതിക്കളയുന്നത് പോലെ സാമ്പത്തിക വിഷയത്തിന്മേൽ ആരോ തകർന്ന് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. എത്ര ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് ആ സാമ്പത്തിക വിഷയത്തിന്മേൽ ഒരു ഡെവലപ്മെന്റ് ഇല്ലാതെ നിന്നെ വലിച്ചോണ്ട് പോകുന്ന ചില ആഭിചാര ബന്ധനങ്ങൾ ഇന്ന് രാത്രി എന്റെ ദൈവം എന്നേക്കുമായി അഴിക്കാം. അഴിയട്ടെ, 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 അഴിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില കൂടാരങ്ങളകത്ത് ചില വിഷയത്തിന്മേൽ അവർ കെട്ടുന്ന പൊട്ടൻ പോകുക. നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു മറുപടി ഇന്ന് രാത്രി ദൈവം ചെയ്യാൻ പോകുക. എത്ര ചെയ്തിട്ടും എത്ര കാര്യങ്ങൾ ഒരുക്കിയിട്ടും അതിന്റെ മുന്നിലേക്ക് പോകാൻ കഴിയാതെ ഒരു പരിധിയിട്ട്, ഒരു പരിമിതിയിട്ട് നിനക്കെതിരെ വ്യാപരിക്കുന്ന ചില കെട്ടുകൾ ഈ പകൽ അഴിയുക. പരിശുദ്ധാത്മാവനോട് പറയുന്നു, സഭയ്ക്കെതിരെ, സഭയുടെ ഭൗതിക നന്മയ്ക്കെതിരെ ശത്രു കെട്ടിവെച്ചത് ഇന്ന് രാത്രി പൊട്ടാൻ പോകുക. എന്തൊക്കെയോ ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഇട്ടാലും അത് ചെയ്യാൻ കഴിയാതെ അതിനെ ഞെരിക്കുന്ന, അതിനെതിരെ വ്യാപരിക്കുന്ന കെടുതികൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നന്മയ്ക്കെതിരെ കരം വെച്ച ആ ശത്രുവിനെ നോക്കി തമ്പുരാൻ പറയുന്നു, നിന്റെ മക്കളെ നിന്റെ പേരെന്ത്? നിന്റെ പേരെന്ത്? ഹല്ലേലൂയ. കരം അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ. ശബല ഘടക ദുരമന ഹൽക്കന നീ വായ്പ വാങ്ങത്തില്ല, നീ വായ്പ കൊടുക്കും. നീ വായ്പ വാങ്ങുകയില്ല, നീ വായ്പ കൊടുക്കും. പരിശുദ്ധാത്മാവനോട് പറയുന്നു, നീ വായ്പ വാങ്ങുകയില്ല, നീ വായ്പ കൊടുക്കും. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നീ വായ്പ വാങ്ങത്തില്ല, നീ വായ്പ കൊടുക്കും. ഇന്നലെ വരെ ഏതൊക്കെയോ മേഖലകൾ അവൻ വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുചെന്ന് നിന്റെ കരങ്ങളെ, നിന്റെ കാലുകളെ ശൂന്യമാക്കാൻ കെട്ടിവെച്ച ചില ആഭിചാരങ്ങൾ ഇന്ന് പകൽ അഴിയുക. അഴിയട്ടെ, 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 അഴിയട്ടെ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ചില കുടുംബങ്ങളിൽ നിന്ന് ആ കെട്ട് പൊട്ടാൻ പോകുക. അവ ചില നന്മകൾ കെട്ടിവെച്ചത്, ചില അനുഗ്രഹങ്ങൾ തടഞ്ഞു വെച്ചത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവം പൊട്ടിക്കുന്നു. ആമേൻ. കരമുയർത്തി നല്ലൊരു ആമേൻ പറ. കർത്താവിന്റെ ദാസനെ, എന്നോട് കർത്താവ് ഒരു കാര്യം പറയുന്നു. അവൻ ശക്തമായി ബിസിനസ്സുകാരെ ഇതിനകത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഏതൊക്കെയോ മേഖലകളിൽ അവൻ ഏതൊക്കെയോ ബിസിനസ് ചെയ്യുന്ന ഏതൊക്കെയോ മേഖലകളിൽ തടുത്തു വെച്ചത്, പരിധി വെച്ചത്, പരിമിതി വെച്ചത് ഇന്ന് രാത്രി എന്റെ തമ്പുരാൻ പൊട്ടിക്കുക. റിലീസാകുമെന്ന്, റിലീസാകും. കുഞ്ഞെ, നിന്റെ പേരെന്താ മോനെ? ഒലിവിയ, ഒന്ന് എഴുന്നേറ്റ് വന്നേ. പക്ഷെ ഇവളൊരു മിറക്കളാകും, ഇവളൊരു മിറക്കളായിരിക്കും, ഇവളൊരു അത്ഭുതമായിരിക്കും. രാവിലെയും എന്നോട് കർത്താവ് ഇത് പറയാൻ പറഞ്ഞു. ഇവളൊരു അത്ഭുതമായിരിക്കും. നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും. ഭാഷകൾ ഒന്നല്ല,
5 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക ജ്ഞാനം ദൈവം നിനക്ക് തരും. നിന്റെ വാഹനത്തിന്റെ മുൻപിൽ എസ്കോർട്ട് പോകുന്നത് പോലെ ഒരനുഭവത്തിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോകുകയാണ്. നീ വിശ്വസിച്ചോ? നിന്റെ സിഗ്നേച്ചറിന് ഭയങ്കര വാല്യൂ പരിശുദ്ധാത്മാവ് കൽപ്പിക്കും. നിനക്ക് എത്താവുന്നിടത്തോളം നിന്നെ ദൈവം എത്തിക്കും. നിന്റെ മുമ്പിൽ പേപ്പറുകൾ ഓപ്പൺ ആകുന്നത് ദൈവം എന്നെ കാണിക്കുന്നു. 1 അല്ല 2 അല്ല, അവൻ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നത് പോലെ ദൈവം നിന്നെ സ്പെഷ്യലിസ്റ്റ് ചെയ്ത് ഈ ആലയത്തിന്റെ നടുവിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്നു. സഭയുടെ നടുവിൽ വെച്ച് ഈ ദൂത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതങ്ങനെ സംഭവിക്കുക. ഇവിടെ ലീഡർഷിപ്പിൽ വരും. പക്ഷേ അവളെ ലീഡർഷിപ്പിൽ വരും. നീ മിടിക്കുക. നിന്റെ മേൽ ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിങ് ദൈവം ഇട്ടിരിക്കുന്നത് എന്ന് ദൈവം കാണിക്കുകയാണ്. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറ. നീ പഠിക്കുന്ന കോളേജ്, നീ പഠിക്കുന്ന സ്കൂളുകളിൽ ഏറ്റവും മുൻപിലായിരിക്കും. 1 പത്രോസ് എന്നെഴുതി എന്നെ ദൈവം കാണിക്കുന്നു. 1 പത്രോസ്, 1 നിന്റെ പേര് വരും. എല്ലായിടത്തും 1 നിന്റെ പേര് വരും. കരമടിച്ച ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിസോർഡറായി കിടക്കുന്ന പലതും, ഡിസോർഡറായി കിടക്കുന്ന പലതും ദൈവം ഒന്ന് ക്രമീകരിക്കാൻ പോയ. മുന്നോട്ട് വാ. അവൻ ഏതൊക്കെയോ മേഖലകളിൽ വളരെ വളരെ തിരക്കിട്ട് വലിയ ശക്തമായ നിലയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തെ ബ്രേക്ക് ഡൗൺ ആക്കി അവൻ അതിനെ കാർപോർട്സ് കയറ്റി ഉപയോഗശൂന്യമാക്കി ഇടത്തൊക്കെ വന്ന എന്നോട് കർത്താവ് ഇങ്ങനെ രാത്രി പറയാൻ പറയുന്നു, ഒരു മേഖലയല്ല എല്ലാ മേഖലകളിലും ആ കെട്ടുന്നത് പൊട്ടാൻ പോകുക. അതനാ ജനഘടകൾ കരകഥന. കർത്താവ് എന്നോട് പറയുന്നു, മാനസികമായും ശാരീരികമായും ആത്മീയമായും ഭൗതികമായും ഈ രാത്രി ഒരു വിടുതൽ എൻ്റെ തമ്പുരാൻ കൽപ്പിക്കുക. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പറയുന്നു, മടുത്തു, ഇനി മുന്നോട്ടൊരു വഴിയില്ല. എല്ലാ വഴികളും പിശാച് കൊട്ടിയടച്ചെങ്കിൽ ഈ രാത്രി വേളയിൽ സൈന്യങ്ങളുടെ യഹോവ ഈ രാത്രി അരുളപ്പാട് പറയുന്നു, ആദ്യം രാത്രി എന്റെ ദൈവം ഓപ്പൺ ചെയ്യുന്നു. പക്ഷേ എന്നാ ദൈവം ഒരു കാഴ്ച കാണിക്കുക. അവൻ ചില ഫയലുകൾ ഇപ്പൊ പ്രാർത്ഥിച്ചു. എവിടെ? എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഒരുമിച്ചൊന്നു വാ. കർത്താവ് ഇന്ന് ഈ കുടുംബത്തിന്റെ കെട്ട് ദൈവം പൊട്ടിക്കുക. അതനകട കേൾക്കര. ഇവര് ആമൻ എന്നോട് കർത്താവ് പറയുകയാണ്, നല്ല നിലയിൽ ഓടിയതാ, നല്ല നിലയിൽ തിരക്കിട്ട് ഓടിയതാ. പക്ഷെ ഇന്ന് വാഹനം ആമൻ കാർപോർട്സിനകത്ത് കയറ്റി ചുമ്മാ ഇടുന്നത് പോലെ എന്ത് ചെയ്യണമെന്നറിയില്ല, ഏത് കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വെക്കണമെന്നറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു വെളിച്ചം ഉദിപ്പിക്കാൻ പോകുക. തമ്പുരാനെ ആമൻ. എല്ലാ ദൈവദാസന്മാരും ഒന്ന് മുന്നോട്ട് വന്നേ. ദൈവദാസന്മാർ ഓടി മുന്നോട്ട് പോവാ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഈ ഉപവാസത്തിന്റെ നടുവിൽ ഒരു ശക്തമായ ഡെലിവറൻസ് ഈ കുടുംബത്തിന് മേല് തമ്പുരാൻ അത് ഫോക്കസ് ചെയ്തെങ്കിൽ ഈ രാത്രി ആ കുടുംബത്തിന്റെ അകത്ത് ഒരു അസാധാരണ വിടുതൽ ഇന്ന് രാത്രി ദൈവം ചെയ്യുക. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആ കെടുതികൾ ഇന്ന് രാത്രി അഴിയട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ആ വിചാരങ്ങൾ ചുമ്മാ തകർത്തതല്ല, ചുമ്മാ ഉടച്ചതല്ല. വിശ്വസ്തരെന്ന് പറഞ്ഞ ചിലത്, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ചിലത് നിന്റെ കാല് ആമെ കെട്ടിയിട്ടെങ്കിൽ ഇന്ന് തമ്പുരാൻ പൊട്ടിക്കും. ഉടക്കെട്ടി കടകച്ച തുടക്കെട്ടി വണ്ടക്കെട്ടി കടകം ജാനം ആതുക്കെട്ടും വണ്ടക്കെട്ടും വടകച്ചാരി അതുലക്കെട്ടും വടകച്ചാനി അണ്ടൽക്കെട്ടി അടകല വേദം വേദക്കെട്ടും ചൊല്ലിക്കെട്ടി അമ്പൽ വേദം വേദക്കെട്ടി കടകച്ചാനി കണ്ടംതി അന്തക്കെട്ട കടകച്ചാനി കെട്ട കടകം കട്ടം വടവച്ചാനി കണ്ടം ദീപക്കെട്ടി ചാന താല 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 അഴിയട്ടെ ഇന്ന് രാത്രി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൊട്ടിക്കുക. ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ. കരമടിച്ച ദൈവത്തിന് നന്ദി പറ.
ഇരുന്നോട്ടെ. അവൻ ഈ രാത്രി ഒരു ദൂതുകൂടി ഞാൻ വിളിച്ചു പറയുന്നു. ഒന്ന്, അവന്റെ ക്രൂശിന് കഴിയുന്നത് രമ്യപ്പെടാൻ കഴിയുന്നത് രമ്യപ്പെടുത്താൻ കഴിയോ. രണ്ട്, ഏത് ബന്ധനത്തെ അഴിക്കാനും എന്റെ തമ്പുരാന് കഴിയോ. സഭ ഒരുമിച്ച് ഉറക്കെ ഒരു ഹല്ലേലൂയ പറ. അവന്റെ മുമ്പിൽ അഴിയാത്ത ഒരു കെട്ടുമില്ല, അവൻ അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനമില്ല. ഏത് കടുങ്കെട്ടും അഴിപ്പാൻ എന്റെ തമ്പുരാന് ശക്തിയുണ്ട്. Thank you, Jesus. ആമേൻ. ഈ രാത്രി എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി പ്രവചിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു, ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വരും. ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വരും. മോളെ ഒന്നിങ്ങ് വന്ന് മുന്നേ ഓടി വന്നേ. കർത്താവ് എന്നോട് പറയുകയാണേ, ആമേ, കർത്താവ് എന്നോട് പറയുകയാണ്, യേശുപ്പച്ച എന്നോട് എന്നാ പറയാത്തെ, എന്നോടെന്നാ സംസാരിക്കാത്ത? നീ അവിടെ ഇരുന്ന് പറഞ്ഞു, കർത്താവ് എന്നോടെന്നാ സംസാരിക്കത്തെ, എന്നോടെന്നാ കർത്താവ് ഇടപെടാത്തെ. ദേ കർത്താവ് നിന്നോട് പറയുക. ഞാൻ പോയതാ, കർത്താവ് എന്നോട് പറഞ്ഞു അവൾ അങ്ങനെ പറയുന്നുണ്ട്, അവൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിളിച്ചത്. മോളെ നീ ഭാരപ്പെടണ്ട കേട്ടോ, നീ ഭാരപ്പെടണ്ട. നിന്റെ ഹൃദയം പെട്ടെന്ന് ഉടയും. നിന്റെ ഹൃദയത്തിനകത്ത് പെട്ടെന്ന് അവന് ഒരുപാട് ചോദ്യങ്ങൾ വരും. അവൻ എന്തുകൊണ്ടാ, എന്താ ഇങ്ങനെ? പക്ഷെ കർത്താവ് നീ എല്ലാറ്റിനും ആൻസർ അപ്പച്ചൻ തരാൻ പോവുക കേട്ടോ. അവന് എല്ലാറ്റിനും ആൻസർ. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പോകാമായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നതൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ. അത് കൊച്ചെ നിന്റെ ആഗ്രഹമാ, ഒന്നും ദൈവം മുടക്കത്തില്ല. സങ്കീർത്തനം 20:4 നിന്റെ ദൂത, സങ്കീർത്തനം 20:4 നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകും. നിന്റെ താല്പര്യമൊക്കെയും ദൈവം നിവർത്തിക്കും. തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ അവളെ ബ്ലസ് ചെയ്യുന്നു. യേശു, നീ ചിലത് എഴുതും. ഈ കൈ കൊണ്ട് നീ ചിലത് എഴുതും. എഴുതാൻ നിനക്കൊരു കൃപ തരും. വാമൊഴിയായും വരമൊഴിയായും ചിലത് ചെയ്യാൻ കുഞ്ഞെ നീ ചിലത് എഴുതും. ചില പ്രബന്ധങ്ങൾ എഴുതി നീ പുറത്തു കൊണ്ടുവരും. അസാധാരണമായി സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെ നിന്റെ അധരത്തെയും നിന്റെ വിരലുകളെയും ദൈവം മാറ്റുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ഇന്ന് രാത്രി ആലോചന പറയുന്നു. കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. 3 ചോദ്യം മർക്കോസിന്റെ 5-ാം അധ്യായത്തിലുണ്ട്. 1:5-9 നിന്റെ പേരെന്ത്? അശുദ്ധാത്മാവിനോട്. 2-ാമത്തെ ചോദ്യം 5:30 അവൻ ഉടനെ യേശു തങ്കം നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടത്. 1-ാമത്തെ ചോദ്യം അശുദ്ധാത്മാവിനോട്. ഒരാമൻ പറഞ്ഞേ. 1-ാമത്തെ ചോദ്യം അശുദ്ധാത്മാവിനോട്. 2-ാമത്തെ ചോദ്യം രോഗശക്തിയോട്. ഒരു ഹല്ലേലൂയ എന്ന് പറ. രോഗശക്തിയോട്. മൂന്നാമത്തത് ആമേൻ 5:39 അകത്ത് കടന്നു നിങ്ങളുടെ ആരാവാരവും കരച്ചിലും എന്തിന് കുട്ടി. 3-ാമത്തെ ചോദ്യം മരണശക്തിയോട്. ഇനി ഉറക്കവർ ആമേൻ പറഞ്ഞാൽ ഒരു പൊട്ടുകൂടി പൊട്ടും. പോരാ, ഈ ആമേൻ പോരാ, ശക്തിയോടെ ആമേൻ പറ. ദൈവദാസനെ 3 ചോദ്യം. 1 അശുദ്ധാത്മാവിനോട് ആമേൻ പറ. 2 രോഗശക്തിയോട്. 3 മരണത്തിന്റെ ശക്തിയോട്. പൈശാചിക മണ്ഡലം, രോഗമണ്ഡലം, മരണത്തിന്റെ കെട്ട്, ഇത് 3 അഴിപ്പാൻ എന്റെ യേശുവിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. കാലമടിച്ച് അഴിയട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആമേൻ ആമേൻ. അശുദ്ധാത്മാക്കളുടെ ശക്തി ഇന്ന് രാത്രി പൊട്ടട്ടെ. മരണത്തിലെ കെടുതി ഇന്ന് രാത്രി അഴിയട്ടെ. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കുമെന്ന് പറയാൻ കഴിയുന്നവർ 2 കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു പറ. ഞാൻ മരിക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോട് ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കാം. സങ്കീർത്തനത്തിൽ ഒരു വാക്യം എന്റെ അകത്ത് മുഴങ്ങുന്നു. സുസ്ഥനായ യഹോവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ എന്റെ മരണ
പാശങ്ങളെ അഴിച്ചിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറ. കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന കുടുംബങ്ങളിൽ അനർത്ഥമിട്ട് മരണദൂതൻ വേട്ടയാടുമ്പോൾ ഈ രാത്രി ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ മരണദൂതനും ഈ രാത്രി അടിയട്ടെ. In the name of Jesus. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ കുടുംബങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ. ജീവന്റെ ആത്മാവ് ചലിക്കട്ടെ. ഓ ഷാനാദ, ഇത് എത്രാം ദിവസം പക്ഷേ? 9ാമത്തെ ദിവസം കുറിച്ചു വെച്ചോ. ഇന്ന് രാത്രി പ്രത്യക്ഷമായ അടയാളം നിങ്ങൾ കാണും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. സ്തോത്രം. എൻ്റെ തോന്നലാണ്, വിട്ടുകളഞ്ഞേക്കണം. ഈ വീടിൻ്റെ മേൽക്കൂരയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വെൽഡിങ് വർക്കുമായി ചെയ്യുന്ന ആരെങ്കിലും, ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഓക്കെ, അച്ഛൻ ഒന്ന് മുന്നോട്ട് വന്നേ. പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറഞ്ഞു. നിങ്ങളുടെ കരങ്ങളെ ദൈവം തൊടാൻ പോവുക കേട്ടോ. കരങ്ങളെ ദൈവം തൊടാൻ പോവുക. ഞാൻ കുറേ നേരമായി എന്നോടത് പറയുന്നേ. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി ഇതിനകത്തുണ്ട്. അവൻ്റെ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഈ കരം ദൈവം അനുഗ്രഹിക്കാൻ പോവുക. അവൻ നിങ്ങളെ കൊണ്ട് ദൈവം ചിലതിന് അടിസ്ഥാനമിടിക്കും. നിങ്ങളെ കൊണ്ട് ദൈവം ചിലത് പണിയിപ്പിക്കും. ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് മാത്രമല്ല, ദൂരത്തിരിക്കുന്ന ആരുടെയും മേലോ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കാൻ പോവുക. സ്വർഗീയ പിതാവേ, അടിയങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വെളിപ്പാടിന് പുറത്ത് നിന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഒരു വലിയ അനുഗ്രഹം ഈ ആലയത്തിന്റെ നടുവിൽ നിന്ന് നിന്റെ മകന് മേൽ ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തമ്പുരാനെ, അവിടുത്തെ കരം നീട്ടുന്നത് കൊണ്ട് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ആ പ്രവചന ദൂതൻ പറയുന്നു, ആമേൻ, സാമ്പത്തിക മേഖലകളിൽ ഈ ഉപവാസത്തിന്റെ നടുവിൽ അസാധാരണ വിടുതൽ ഉണ്ടാകും. ഇന്ന് രാത്രി ലൈവിലൂടെ ഞങ്ങൾ കേൾക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന്, നിങ്ങൾ ഏത് ദേശത്തിരുന്ന് ഞങ്ങളെ ഈ തിരുവചനം ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് വേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം അടച്ച് നിങ്ങളെ വിടുവിച്ചിരിക്കും. നിങ്ങളുടെ കൂടാരങ്ങളിൽ ഒരു വിടുതൽ വ്യാപരിച്ചിരിക്കും. ഹല്ലേലൂയ. മൂന്ന് ചോദ്യങ്ങൾ. ആമേൻ. 1, ആമേൻ, സ്തോത്രം, നിന്റെ പേരെന്ത്? 2, എന്നെ തൊട്ടതാര്? 3, നിങ്ങളുടെ കരച്ചിലും ആരവാരവും. 3 ശക്തികളെ ദൈവം വെല്ലുവിളിച്ചു. 3 ശക്തികൾ ഏതൊക്കെയാ? പൈശാചികം, രോഗം, മരണം. ഇത് 3 അഴിപ്പാൻ കഴിവുള്ളവൻ നമ്മുടെ ദൈവമാണ്. അല്ലേ? സ്തോത്രം, 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 സ്തോത്രം. ഈ സമയം അങ്ങ് ഓടിപ്പോകുന്നോണ്ടേ, ഹല്ലേലൂയ, എനിക്ക് എവിടെ ചെന്നാലും ഒട്ടും കിട്ടാത്തൊരു കാര്യം ഈ സമയമാണ്. കാര്യം പറഞ്ഞൊന്ന് ചൂടായി വരുമ്പോൾ സമയം അങ്ങ് തീരും. എന്തുവാകട്ടെ, ഞാൻ 1-2 കൂടി പറയാം. അല്ലേ? ക്രൂസിൻ്റെ 3ാമത്തെ സാധ്യത. പക്ഷെ അതിനകത്ത് നിങ്ങളോട് ദൈവം വീണ്ടും സംസാരിക്കും. എന്താണ് ഒരിക്കലും പ്രശസ്തനല്ലാത്തവനെ ക്രൂസ് പ്രശസ്തനാക്കും. അത് എന്നോടാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയ്ക്ക് ഒരാമൻ പറഞ്ഞ കേട്ടത്. ആമൻ. ആ വാക്യം ഒന്ന് വായിച്ച ദൈവമക്കളെ. ആമൻ. എവിടെയാ? ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 26-ാമത്തെ വാക്യം. ലൂക്കോസ് 23:26. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ, അങ്ങനെ അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്നും വരുന്ന ശീമോൻ എന്ന കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. ഇത്രയും ഭാഗം നിങ്ങൾ കേട്ടല്ലോ. ഇത്രയും പറഞ്ഞ് ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞേ. ദൈവമക്കളെ ശ്രദ്ധിച്ചേക്കണേ. ഒന്ന് ശാന്തമായിട്ട് പറയാം. ഈ യേശു കർത്താവ് ചിലരെയൊക്കെ വിളിച്ചത് കൂടെ കാണുമെന്ന് കരുതിയ, അല്ലേ? ശീമോൻ എന്ന് പേര് പറഞ്ഞ ഒരുത്തനെ വിളിച്ചു, അല്ലേ? ആരാ? പത്രോസ്.
പത്രോസ് 12 അടി വീതിയുള്ള വഴിയിൽ ത്രാണിയില്ലാതെ കുരിശ് ചുമക്കാൻ ത്രാണിയില്ലാതെ വരുമ്പോൾ ആ കുരിശ് ചുമന്ന് ഗൊൽഗോത്ത വരെ എത്തിക്കാൻ കൂടെ കാണും എന്ന് കരുതി ദൈവം പേര് ചൊല്ലി വിളിച്ചു ശീമോനെ. പക്ഷേ വാളെടുത്ത് വെട്ടി ഉപരിവിപ്ലവത്തിൻ്റെ ആത്മീയതയിൽ പുറഞ്ചട്ട വലിച്ചെറിഞ്ഞു കളഞ്ഞ് ഇട്ടോടി തള്ളിപ്പറഞ്ഞു, ആണയിട്ട് ശപിച്ചു. പത്രോസേ, എടാ ശീമോനെ, നീ വിചാരിച്ചു അല്ലേ എൻ്റെ യേശുപ്പനെ ക്രൂശ് ചുമക്കാൻ കൂടെ ഇല്ലാതെ ഒറ്റിപ്പറഞ്ഞിട്ട് തള്ളിപ്പറഞ്ഞിട്ട് പോയാൽ വേറൊരുത്തനെ കിട്ടില്ലെന്ന്? എടാ ആഫ്രിക്കയിൽ നിന്ന് കുറേനെന്ന് വരുത്തുവിടാ ചുമക്കാൻ ശീമോനെ. മനസ്സിലായില്ലല്ലേ? ഒരു ശീമോൻ ഇവിടെ നിന്ന് പോയാൽ 10,000 ശീമോന്മാരെ ദൈവത്തിന് കൊണ്ടുവരാൻ കഴിയും. ആമേൻ. യേശുവിൻ്റെ 12 അടി വീതിയുള്ള ആ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന പാതയിൽ ത്രാണിയില്ല, ഇവൻ അവിടം വരെ എത്തില്ല എന്ന് കണ്ടപ്പോൾ ഇതൊന്ന് ചുമന്ന് കൊൽക്കോത്ത വരെ എത്തിക്കാൻ പടയാളികൾ ചുറ്റും നോക്കി. ഇനി ആ ചുറ്റും നോക്കിയതിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ടോ. ആ ക്രൂസിൻ്റെ ഇങ്ങേ സൈഡ് നിൽക്കുന്നതിൽ 1-2 പേരെ പരിചയപ്പെടുത്താം. മരിച്ചിട്ട് നാറ്റം വെച്ച് ഉയർത്തെഴുന്നേറ്റ ലാസർ ദാണ്ട് ഇങ്ങേ അറ്റത്ത് നിൽപ്പുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടോ? നൈൽ പട്ടണത്തിലെ വിധവയുടെ മോന. അവൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് പേരെ കണ്ടോ? ആരാ? കുഷ്ഠരോഗം സൗഖ്യമായതാ. അവൻ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ പെൺകുട്ടി നിൽക്കുന്ന കണ്ടോ? യായിറോസിൻ്റെ മോള. ഇനി ഇപ്പുറത്ത് ഒരു പേരെ കണ്ടോ? അപ്പം തിന്നവരാ, അത്ഭുതം കണ്ടവരാ, അടയാളം കണ്ടവരാ. പക്ഷെ ആരും കുരിശെടുക്കാൻ മുന്നോട്ട് വന്നില്ല. വരാഞ്ഞതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ശാബത്ത് ആരംഭിക്കുക. ശാബത്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ അവൻ കുരിശ് തൊടുന്നത് അവൻ ശപിക്കപ്പെട്ടിരിക്കും. ക്രൂശ് ഒരിക്കലും അനുഗ്രഹത്തിന്റെ ചിഹ്നമല്ല, ശാപത്തിന്റെ ചിഹ്നമാണ്. ഒരു യഹൂദൻ ശാബത്ത് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ ക്രൂശിന്റെ അറ്റം തൊട്ടാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അനുഭവമുള്ള ഒരുത്തൻ പോലും ക്രൂശിന്റെ അറ്റം തൊടാൻ വരാൻ മടിച്ചു നിൽക്കുമ്പോൾ, മാറി നിൽക്കുമ്പോൾ കുതിരപ്പുറത്തിരിക്കുന്ന പടയാളി ഒരുത്തനെ കണ്ടു. ആരാണ്? ആഫ്രിക്കയിൽ കുറേന എന്ന് പറയുന്ന ലിബിയക്ക് അടുത്ത് കിടക്കുന്ന ഒരു ദേശത്തു നിന്നും എപ്പോഴോ എവിടെ നിന്നോ വന്ന ഒരു കുറേനക്കാരനായ കാപ്പിരിമുടിയുള്ള ഒരു ചെറുപ്പക്കാരനെ അവന്റെ കണ്ണിൽപ്പെട്ടു. ഒരു സ്വതന്ത്രം പറ. അവനോട് പറയുന്നു, വാ, വന്ന് ക്രൂശെട്. നിർബന്ധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പലയാവർത്തി പറഞ്ഞു കാണും. അവൻ ഒത്തിരി ഒഴിവ് കഴിവ് പറഞ്ഞു കാണും. സാറേ, ഞാൻ ഇവിടത്തുകാരനല്ല, ഞാൻ യഹൂദനല്ല, ഞാൻ പുറം ജാതിക്കാരനാ, ഞാനൊരു അടിമയാ, ഞാൻ എന്തിന് കുരിശെടുക്കണം? വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല, കുരിശെടുത്തേ പറ്റൂ. ദൈവമക്കളെ, ഒരു ചരിത്രം ഞാനൊന്ന് തൊട്ടോട്ടെ. എൻ്റെ അപ്പൻ്റെ പുസ്തകത്തിനകത്ത് യേശുവിൻ്റെ ക്രൂശ് മരണം മുഴുവൻ തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. അവൻ അടി കൊണ്ടത് തിരുവെഴുത്തുകളിൻ പ്രകാരം, അവൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ടത് തിരുവെഴുത്തുകളിൻ പ്രകാരം, അവൻ്റെ അസ്ഥികൾ ഒടിയാതിരുന്നത് തിരുവെഴുത്തുകളിൻ പ്രകാരം, യെരൂശലേം പുത്രിമാർ വാവിട്ട് കരഞ്ഞത് തിരുവെഴുത്തുകളിൻ പ്രകാരം, അവനെ ഒറ്റിക്കൊടുത്ത യൂദ വെള്ളിക്കാശ് മേടിച്ച തിരുവെഴുത്തുകളിൻ പ്രകാരം, ജനനം മുതൽ മരണം വരെ തിരുവെഴുത്തുകളിൻ പ്രകാരം. എന്നാൽ നിങ്ങളൊരു സത്യം ഇന്ന് രാത്രി അറിയണം. വലിയ പ്രവാചകനാകട്ടെ, ചെറിയ പ്രവാചകന്മാരാകട്ടെ, പഴയ നിയമത്തിലെ ഒരു പ്രവാചകനും വെളിപ്പെടാതിരുന്ന ഒരൊറ്റ തിരുവെഴുത്ത് എന്നാന്നറിയാമോ? ഈ കുരിശിന്റെ പാതയിൽ ഒരു ശിമയോൻ വന്ന് കുരിശെടുക്കുമെന്ന് ഒരു പ്രവാചകനും വെളിപ്പെട്ടില്ല. എന്നോടൊപ്പം നിങ്ങളുണ്ടോ? യെശയ്യാവ് പ്രവചിച്ചില്ല. യെശയ്യാവല്ലേ ക്രൂശ് മരണം പ്രവചിച്ചത്? അവൻ ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പ്രസംഗിച്ചത്, എന്നെ കൈവിട്ടത്. സങ്കീർത്തനം 22. ദാവീദല്ലേ? ദാവീദേ, നീ കണ്ടില്ലേ ക്രൂശിന്റെ വഴിയിൽ ശീമോൻ വരുന്നത്? യെശയ്യാവേ, നീ കണ്ടില്ലേ ക്രൂശിന്റെ ചുവടിൽ ശീമോൻ വരുന്നത്? ഇല്ലില്ല, ഞങ്ങൾ ആരും ശീമോനെ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നീ കുറിച്ച് വെച്ചോ, ഒരു പ്രവാചകനും വെളിപ്പെടുത്താത്ത എന്തോ സംതിങ് സ്പെഷ്യൽ ദൈവം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഒരു പ്രവാചകനും പേര് വിളിക്കാതെ, ഒരു പ്രവാചകനും നിന്റെ പേര് വിര ചൂണ്ടാതെ, ഒരു പ്രവാചകനും നിന്നോട് ദൂത പറയാതെ മാറ്റിവെച്ച ചിലത് ദൈവം നിനക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ
എന്നെ വല്ലാതെ കത്തിച്ചൊരു ദൂത, വല്ലാതെ കത്തിച്ച ദൂത. ആ ചിട്ടതുപോലെ പ്രവാചകന്മാർ യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ പ്രവചിച്ചിട്ടും ശീമോൻ കുരിശെടുക്കാൻ വരുന്നത് ഒരു പ്രവാചകനും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ കുറിച്ചു വെച്ചോ, ഉലകത്തിൽ ഒരു പ്രവാചകനും പ്രവചിക്കാത്ത എന്ത് സ്പെഷ്യൽ ഗിഫ്റ്റ് കുഞ്ഞെ ദൈവം നിനക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞ് കേട്ടോട്, പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞ് കേട്ടോട്. എനിക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം. എടുക്കടാ കുരിശ്. കുരിശെടുത്തു. 60 കിലോ അടുത്ത് വിലമുള്ള വെയിറ്റുള്ള ക്രൂശാണ്. അടിച്ചിത്രയും മുറിവേൽപ്പിച്ച് ഇത്രയും ഉഴവ് ചാല് പോലെ കീറി മുറിച്ചിട്ട് ഈ 60 കിലോ വെയിറ്റ് എൻ്റെ അപ്പൻ എങ്ങനെ ചുമന്നെന്നാ എനിക്കറിയാതെ. അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ചങ്ക് തകരും ദൈവമക്കളെ. ഈ കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന പോക്കിലെ ഈ ചോരയില്ല, ചോര തലേന്നും ദേഹത്തൊന്നും കുരിശിങ്ങനെ ഇരിക്കുകയല്ലേ, ദേ കൂടി ഒഴുകിയ. എനിക്ക് ഈ മനുഷ്യനോട് ഒടുക്കത്തെ അസൂയ. ആരോട്? ശീമോനോട്. എന്നാ ഭാഷ കാര്യം എന്നറിയോ? ഈ കുരിശെടുത്ത് ഈ മനുഷ്യൻ തോളിലോട്ട് വെച്ചപ്പോഴേ യേശുവിൻ്റെ ചൂട് ചോര ആരുടെയെങ്കിലും ശരീരത്തിൽ ലൈവായി വീണിട്ടുണ്ടെങ്കിൽ അത് ശീമോന്റെയാ. നമ്മളെല്ലാം വിശ്വാസത്തോടെ യേശുവിൻ്റെ രക്തം കൊണ്ട് കടുകൾ പ്രാപിക്കുമ്പോൾ ലൈവായിട്ട് യേശുവിൻ്റെ രക്തം ആരുടെയെങ്കിലും ശരീരത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശീമോന്റെയാ. ഇയാൾ എന്നൊരു ഭാഗ്യം ചെന്ന മനുഷ്യനാ, ഇയാൾ എന്നൊരു ഭാഗ്യം ചെന്ന മനുഷ്യനാ. ഈ കുരിശെടുത്തുകൊണ്ട് ശീമോൻ നടക്കിയ മുമ്പിൽ യേശു നടക്കുന്നു. ആ പിക്ചർ നിങ്ങൾ കാണണം. രണ്ടുപേരും സംസാരിക്കുന്നില്ല. പക്ഷെ ഞാനൊരു ദൂത് പറയാം. നടന്നു പോകുന്നതിൻ്റെ പോക്കിൽ ഇടക്കിട കരുമനാഥൻ ഈ തൂങ്ങിക്കിടക്കുന്ന കണ്ണുകൾ കൊണ്ട് ശീമോനെ നോക്കും. എന്നിട്ട് പറഞ്ഞു കാണും, ശീമോനെ, ഇപ്പോൾ തരാൻ എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല, ഈ പച്ച പൈമര കുരിശല്ലാതെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിനക്ക് പ്രോമിസ് തരാം. ഈ കുരിശ് ചുമന്ന് നീ ഗൊൽഗോത്ത വരെ എത്തിച്ചാൽ നിനക്ക് 2 മക്കളില്ലേ, അലക്സാണ്ടറും റൂഫോസും, അവരുടെ കാര്യം ഞാൻ ഏറ്റു. ഇതൊന്ന് ചുമന്ന് അവിടം വരെ എത്തിച്ചു തരാമെങ്കിൽ, അവൻ ത്രാണിയില്ലാതെ വഴിയിറമ്പിൽ വീണു പോകുന്ന എൻ്റെ കുരിശ് നീ ഒന്ന് ചുമന്ന് അവിടം വരെ എത്തിച്ചു തന്നാൽ ശീമോനെ, നിന്റെ തലമുറയെ ഞാൻ മറക്കില്ലടാ. കുരിശ് ചുമന്നെത്തിച്ചു. ഞാനൊരല്പം ചരിത്രം കൂടി കൂട്ടി പറയട്ടെ. ഒരടിമയ്ക്കന്ന് ഒരടിമയുടെ ജോലി ചെയ്താൽ 2 വെള്ളിക്കാശ് കിട്ടും ദൈവമക്കളെ. നട്ടുച്ചയ്ക്കത്തെ ക്രൂശ് മരണം കണ്ണാൽ കണ്ട് ഹൃദയം തകർന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന അപ്പനെ സ്വീകരിക്കാൻ 2 കൊച്ചുമക്കൾ ഓടി വന്നു, അലക്സാണ്ടർ റൂഫോസ്. അവർ ചോദിച്ചു, അപ്പാ എന്താ ഈ ശരീരത്ത് കാണുന്ന രക്തക്കറ? അപ്പൻ എന്തെങ്കിലും ആക്സിഡന്റ്? ഇല്ല മക്കളെ, വരുന്ന വഴിക്ക് നസയാന്റെ കുരിശ് ചുമക്കാൻ അപ്പനൊരു ഭാഗ്യം കിട്ടി മക്കളെ. എന്നിട്ട് അപ്പന് വല്ലതും കിട്ടിയോ മക്കളെ? ഒന്നും കിട്ടിയില്ല. പക്ഷേ ചുമന്നുകൊണ്ട് പോകുന്നതിന് നടുവിൽ ഇടക്കിടക്ക് എന്നെ നോക്കി അവൻ പറയുമായിരുന്നു, മക്കളെ അവൻ നോക്കിക്കൊള്ളാമെന്ന്, നിങ്ങളുടെ കാര്യം അവൻ ചെയ്യാമെന്ന്. ദൈവമക്കളെ, കുരിശ് ചുമന്നവരോടാ ഇന്ന് രാത്രിയിലെ ദൂത്. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആരെയും വെറുതെ വിടുകയില്ല. നിങ്ങൾ ഇന്ന് നേരെയുടെ ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ നിന്റെ തലമുറ അന്യപ്പെട്ടു പോകാൻ എന്റെ തമ്പുരാൻ അനുവദിക്കയില്ല. വിശ്വസിക്കുന്നവരാമേൻ പറ. അപ്പോസ്തലനായ പൗലോസ് റോമാർക്ക് ലേഖനം എഴുതുമ്പോൾ 16-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു എഴുത്തെഴുതി, ഞാൻ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിന്. റൂഫസിൻ്റെ പേരേ അവിടെ ഉള്ളൂ, അലക്സാണ്ടറിൻ്റെ പേര് അവിടെ ഇല്ല. പക്ഷേ അലക്സാണ്ടറിൻ്റെ പേര് പറഞ്ഞത് മർക്കോസാ. മർക്കോസ് പറഞ്ഞു, വഴിയിൽ നിന്നും വരുന്ന കുറേനക്കാരനായ അലക്സാണ്ടറിൻ്റെയും റൂഫോസിൻ്റെയും അപ്പനായ ശീമോനെ കൊണ്ട് അവർ കുരിശടിപ്പിച്ചു.
പിന്നെ എന്താ പൗലോസ് വന്ദനം ചെയ്തപ്പോൾ റൂഫോസിൻ്റെ കാര്യം മാത്രം പറഞ്ഞത്? റൂഫോസ് അന്നത്തെ സഭയിലെ ഡീക്കന്മാരിൽ, ബിഷപ്പുമാരിൽ ഒരാളായി. എന്താ സഭയ്ക്ക് വന്ദനം ചെയ്തപ്പോൾ അലക്സാണ്ടറിൻ്റെ പേരില്ലാഞ്ഞത്? അലക്സാണ്ടർ അന്നത്തെ റോമൻ പ്രവിശ്യയിലുള്ള ഒരു ഗവർണറായി ഉയർത്തപ്പെട്ടു. ഒരുത്തൻ പുറത്തുയർത്തപ്പെട്ടു, ഒരുത്തൻ സഭക്കകത്ത് ഉയർത്തപ്പെട്ടു. ഇന്ന് രാത്രി പറ, ഈ തമ്പുരാനെ സേവിക്കാൻ ആവേശമുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ച. ഇനി അതൊന്നുമല്ല എന്നെ ചിന്തിപ്പിച്ചത്. ആ 16-ാം അധ്യായത്തിനകത്ത്, റോമർ 16-ാം അധ്യായത്തിനകത്ത് ഈ വന്ദനം ചൊല്ലുന്ന കൂട്ടത്തിൽ പൗലോസ് ഒരു 1.5 വാക്ക് പറഞ്ഞു. ആ വാക്ക് കിട്ടിയാൽ നിട്ടേക്കണം കേട്ടോ. റോമർ 16-ലുണ്ട്. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനും എനിക്കും അമ്മയായ, കേക്കണേ, കാപ്പിരിക്കാരനായ ശീമോന്റെ ഭാര്യ പൗലോസിന്റെ അമ്മയായി. ഇത്ര യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ച ഈ മനുഷ്യൻ പറയുക, അവൾ എൻ്റെ അമ്മയാന്ന്. പാതി വഴി കുരിശെടുത്ത് എല്ലാവരും അവജ്ഞതയുടെ വാക്ക് പറഞ്ഞ്, അയ്യോ ഇവൻ ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞ് കുരിശ് ചുമക്കുന്ന ശീമോനെ വിലയിരുത്തിയില്ലേ? സ്വർഗം പുസ്തകത്തിൽ എഴുതി, ഇവനെ ഞാൻ അനുഗ്രഹിച്ചിരിക്കും. ഒരിക്കലും പ്രശസ്തനല്ലാത്തവനെ ഈ ക്രൂശ് എന്ത് ചെയ്യും? പറ, ഉറക്കെ പറ. ഒരു കയ്യിൽ വലയും മറ്റേ കയ്യിൽ കുലശ്ശേരിയും കൈപ്പാണിയും പിടിച്ച് നടന്ന ഞങ്ങളെയൊക്കെ ഇത്രയും ദൈവം കൊണ്ടുവന്നില്ലേ? ഓ പ്രൈസ് ഗാഡ്, സ്വോത്രം പറ. ഇത്രയും ദൈവം കൊണ്ടുവന്നില്ലേ? ഒറ്റ കാര്യമാ, ക്രൂശ് എടുത്തതാ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്തോത്രം 1 മിനിറ്റ് പക്ഷേ സന്തോഷമാണോ? ആമേ. നിങ്ങൾക്കും ദൂരെ പോകണ്ട, എനിക്കും ദൂരെ പോകണ്ട. എൻ്റെ കുണ്ടന്നൂരാ വീട്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് പോയാൽ മതി. വേറെ ദൂരമാണെങ്കിൽ ഞാൻ നിർത്തി നേരത്തെ ഓടും. നാളെ ചാലക്കുടിയില്ല വൈകിട്ട് കൺവെൻഷൻ, അതുകൊണ്ട് പകൽ എനിക്കില്ല, വൈകിട്ട് എത്തിയാൽ മതി. സ്വതന്ത്രം. ഒന്ന് ശ്രദ്ധിച്ചേ, ക്രൂസിൻ്റെ അടുത്ത സാധ്യത പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഈ അജ്ഞാനിയെ ജ്ഞാനിയാക്കി മാറ്റുന്നത് യേശുവിൻ്റെ ക്രൂശാണ്. യേശുവിൻ്റെ ക്രൂശിന് പ്രതിദാനം ചെയ്യാൻ മുമ്പിൽ നടന്നൊരു ശതാധിപനുണ്ട്. ഇവൻ എട്ടും പൊട്ടും തിരിയാത്തവനാ. പക്ഷെ ക്രൂശ് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇവൻ പറയുക, ഇവൻ വാസ്തവത്തിൽ ആരാ? നീതിമാൻ. അജ്ഞാനിയെ ജ്ഞാനിയാക്കി മാറ്റുന്നത് യേശുവിൻ്റെ ക്രൂശാണ്. ഇനി അടുത്തത് പറയുമ്പോൾ പിണങ്ങരുത്. രഹസ്യ ശിഷ്യനെ പരസ്യ ശിഷ്യനാക്കിയത് യേശുവിൻ്റെ ക്രൂശാണ്. ഒരു ഹല്ലേലൂയ. അവൻ ആരാ? നിക്കോദിമോസ് രഹസ്യ ശിഷ്യനാ. പക്ഷെ ക്രൂസ് ഉയർന്നപ്പോൾ രഹസ്യമൊക്കെ വീട്ട് പുള്ളി പരസ്യമായി. പലരും സഭാഗോളി വരുമ്പോൾ കല്യാൺ ജ്വല്ലറിയുടെയും മഹാരാജാസിൻ്റെയൊക്കെ കവറിൽ പൊതിഞ്ഞ ബൈബിളും കൊണ്ട് വരുന്നേ. തൻ്റെ ഇടത്തോടെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വാ. ഈ ലൈവ് പോകുന്നുണ്ടല്ലേ? എന്നാൽ കേൾക്കട്ടെ. ഈ ഗൾഫിലുള്ള ചിലർ ഗൾഫിലേക്ക് ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സെക്രട്ടറിയും ഖജാൻജി, ഭയങ്കര എന്താ പറയണേ, ഗൾഫിലങ്ങ് ആടിച്ച് തകർക്കുക. പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു യാക്കോബ് പള്ളി പോവും. ഏതായാലും ഞാൻ പോണേ. ഇവിടെ വന്നിട്ട് ഒരു മാർത്തോമ കത്തോലിക്ക പള്ളിയിൽ പോകും. അതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് പോകുന്നത് അത് കൊച്ചിൻ്റെ കല്യാണം, മോൻ്റെ കെട്ട്, 28 കെട്ട്. നിന്നെ കെട്ടിക്കും ദൈവം. രഹസ്യ ശിഷ്യന്റെ പരിപാടി ഇവിടെയില്ല. ക്രൂസ് വരെ ഉള്ള രഹസ്യം. ക്രൂസ് ഉയർന്ന പിന്നെ പരസ്യമാണ്. ഹല്ലേലൂയ. ഇത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആ ഹൈവേ കൂടി ഒന്ന് ക്രോസ് ചെയ്ത് ഇങ്ങ് വന്നേ. 10 പേരൊന്ന് കാണട്ടെ. ആരും കണ്ടില്ല, പിശാച് കാണട്ടെ. ഇരുവായി തലയുള്ള വാള് നിന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. ലാസ്റ്റ് പ്രത്യാശ നഷ്ടപ്പെട്ടവന്റെ ജീവിതത്തിൽ പ്രത്യാശ മടക്കി തരുന്നത് യേശുവിൻ്റെ ക്രൂശാണ്. ക്രൂശിലെ കള്ളൻ ഓരോ പടി ചവിട്ടി ഇറങ്ങി പാതാളത്തിലേക്ക് പോകുക. പാതാളത്തിലേക്ക് ലാസ്റ്റ് സീന, അവൻ മരിക്കാൻ പോകുക. പാതാളത്തിലേക്ക് ഇങ്ങനെ ചവിട്ടി ഇറങ്ങി പോകുന്നതിന് മുൻപ് ഒരു ശബ്ദം, ഏലി ഏലി ലമാ. പിതാവേ, ഇവർ ചെയ്തെന്തെന്നറിയാകൽ ഇവരോട്. ആ ചവിട്ടുപടിയിലേക്ക് പോകാൻ പോയ കള്ളൻ അവിടെ നിന്നിട്ട് നേരെ നോക്കി ഒരൊറ്റ വിളി, യേശുവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ
നീ പോയി മീശയൊക്കെ വടിച്ച് ക്ലീൻ ഷാവൊക്കെ ചെയ്ത് വെള്ളം ഇട്ടുകൊണ്ട് വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാന്നല്ല പറഞ്ഞു. നമ്മുടെ ഉപദേശിമാരാണ് പറയും, പോയി ക്ലീൻ ഷാവൊക്കെ ചെയ്യുക, കഴുത്തിലും കാലിലൊക്കെ ഊര്, എന്നിട്ട് വെള്ളം ഇട്ടുകൊണ്ട് വാ, കൊണ്ടു. ഇന്ന് നീ എന്നോട് കൂടെ, ഇന്ന് നീ എന്നോട് കൂടെ, ഇന്ന് നീ എന്നോട് കൂടെ. പ്രത്യാസം നഷ്ടപ്പെട്ടവൻ്റെ ജീവിതത്തിൽ പ്രത്യാസം മടക്കി തരുന്നത് യേശുവിൻ്റെ ക്രൂശാണ്. ക്രൂശ് രമ്യപ്പെടുത്തും, ക്രൂശ് ബന്ധനമഴിക്കും, ക്രൂശ് പ്രശസ്തനല്ലാത്തവനെ പ്രശസ്തനാക്കും, ക്രൂശ് അജ്ഞാനിയെ ജ്ഞാനിയാക്കും, ക്രൂശ് പ്രത്യാസം നഷ്ടപ്പെട്ടവൻ്റെ ജീവിതത്തിൽ പ്രത്യാസം മടക്കി തരും.